everyone, it's me Nihal Jabin and welcome to Saira Learnings. ഇന്ന് നമ്മൾ മെഗാ പ്രീനെറ്റ് മോക്ക് ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യാണ്. നിങ്ങൾക്ക് രണ്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിലവിൽ ലഭിച്ചിട്ടുണ്ടാവും. സെറ്റ് എ, സെറ്റ് ബി എന്ന് നമ്മൾ നാമകരണം ചെയ്തിട്ടില്ല, പക്ഷേ അതിൽ ഒന്ന് വി ആർ ടൈറ്റിലിംഗ് ഇറ്റ് ആസ് എ ആൻഡ് ദ അതർ വൺ ആസ് ബി. നമ്മൾ സൗകര്യത്തിനൊന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ കുറച്ച് 3 to 4, 5 to 6 വീഡിയോസിന്റെ ഒരു സീരീസിലൂടെ ആ എൻറ്റയർ ക്വസ്റ്റ്യൻസിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാണ്, കീറി മുറിച്ച് പഠിക്കുകയാണ്. ആൻഡ് അതുവഴി ശരിയുത്തരം മനസ്സിലാക്കുകയും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം ഡീറ്റെയിൽസും കൂടെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് പാർട്ട് നമ്പർ 1 ഓഫ് മോക്ക് ക്വസ്റ്റ്യൻ സെറ്റ് എ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ഫസ്റ്റ് വൺ, ഡാഷ് ബൈ വിൽസൺ നൈറ്റ് ഈസ് സബ്ടൈറ്റിൽഡ് ഇന്റർപ്രിറ്റേഷൻസ് ഓഫ് ഷേക്സ്പിയറിയൻ ട്രാജഡി. Dash by Wilson Knight is subtitled Interpretations of Shakespearean Tragedy. താഴെ പറയുന്നവയിൽ ഏത് വർക്കാണ്? ആരുടെ വർക്കാണ് ചോദിച്ചിരിക്കുന്നത്? വിൽസൺ നൈറ്റിന്റെ. വിൽസൺ നൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിക് ആണ്, ഒരു സ്കോളർ ആണ്, ലെക്ചറർ ആണ്, തിയേറ്ററിക്കൽ ഡയറക്ടർ ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറും കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കിന്റെ സബ് ടൈറ്റിൽ ആണ് ഇന്റർപ്രിറ്റേഷൻസ് ഓഫ് ഷേക്സ്പിയറിയൻ ട്രാജഡി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് ഏത് വർക്കിന്റെ സബ് ടൈറ്റിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്? ദ ബേണിംഗ് ഓറക്കിൾ ആണോ, ഷാരിയറ്റ് ഓഫ് റാത്ത് ആണോ, ദ സാറ്റർനിയൻ ക്വസ്റ്റ് ആണോ, ദ വീൽ ഓഫ് ഫയർ ആണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളൊന്ന് ആൻസർ ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കൂ. ദ റൈറ്റ് ആൻസർ ഈസ് ദ വീൽ ഓഫ് ഫയർ. ദ വീൽ ഓഫ് ഫയർ. വീൽ ഓഫ് ഫയർ എന്ന് പറയുന്ന അതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ അല്ലെങ്കിൽ അതിന്റെ സബ് ടൈറ്റിൽ ആയിട്ട് വരുന്നതാണ് ഇന്റർപ്രിറ്റേഷൻസ് ഓഫ് ഷേക്സ്പിയറിയൻ ട്രാജഡി. ഏത് വർഷമാണ്? 1930 ആണ്. അത് ഈ ഒരു ഫീൽഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വർക്കാണ്. സോ വിൽസൺ നൈറ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആരും നിങ്ങളോട് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത് ഈ വീൽ ഓഫ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട. ഇനി വീൽ ഓഫ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. എന്താണ്? ഇദ്ദേഹത്തിന്റെ ഈ ഒരു പെർട്ടിക്കുലർ വർക്ക്, അതിന്റെ ആ ഒരു ടൈറ്റിൽ ലഭിക്കുന്നത് കിങ് ലിയറിന്റെ ഡയലോഗ് ഉണ്ട്. Like, but I am bound upon a wheel of fire that mine own tears do scald like molten lead എന്ന് പറയുന്ന ഒരു കോട്ട് ഉണ്ട്. ഇതിൽ നിന്നുമാണ് അത് എടുത്തിരിക്കുന്നത്. അതിന്റെ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു ഹെഡിങ് ദ വീൽ ഓഫ് ഫയർ എന്ന് പറയുന്നത് ദ വീൽ ഓഫ് ഫയർ ദാറ്റ് മൈൻ ഔൺ, അതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരുപാട് മിത്തിക്കൽ ലിറ്ററേച്ചർ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓൾറൈറ്റ്, മിത്തിക്കൽ ലിറ്ററേച്ചർ ഇൻ ദ സെൻസ് ദാറ്റ് അദ്ദേഹം ഒരുപാട് ഡ്രമാറ്റിക് വർക്ക്സുകളിലൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, മിത്തിക്കൽ ലിറ്ററേച്ചർ ഇദ്ദേഹത്തിന് എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. കൂടാണ്ട് ഇദ്ദേഹം ഷേക്സ്പിയറിയൻ സ്റ്റഡീസിലൊക്കെ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആളും കൂടെയാണ്. അത് മാത്രമല്ല, ഇദ്ദേഹം ഷേക്സ്പിയറിന് മാത്രമല്ല, അദ്ദേഹം ഈ ഡ്രമാറ്റിക് വിങ്ങിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഷേക്സ്പിയർ തൊട്ട് ലൈക്ക് എസ്കിലസ് തൊട്ട് ഇബ്സൺ വരെയുള്ള ആളുകളെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുകയും അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു സുപ്രധാന വർക്കാണ് ദ മൊറാലിറ്റി ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. അത് 1969 വന്നിട്ടുള്ള ഒരു വർക്കാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു കളക്റ്റഡ് വർക്കാണ്. അതിൽ അദ്ദേഹം ഒരുപാട് റൈറ്റേഴ്സിനെ കുറിച്ചുള്ള എസ്സേസ് എഴുതുന്നുണ്ട്, ലൈക്ക് കെന്നത്ത് മോർ, നോർമൻ ജെഫാറസ്, ജെഫ്രി ഹിൽ പോലെയുള്ള പ്രധാനപ്പെട്ട റൈറ്റേഴ്സിനെ കുറിച്ച്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഹൗ ഹി ഈസ് വെരി ഫേമസ്. ആൻഡ് ഇദ്ദേഹം ഷേക്സ്പിയറിനെ കുറിച്ച് മാത്രമല്ല എഴുതിയിട്ടുള്ളത്, ബൈറൺ, ഇബ്സൺ, നീഷെ പോലെയുള്ള ആളുകളെ കുറിച്ചൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാന വർക്കുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ഞാൻ ഈ അനോട്ടേഷൻസ് ഒന്ന് വൈപ്പ് ചെയ്തോട്ടെ. ജസ്റ്റ് എ മിനിറ്റ്, ലെറ്റ് മീ അൺഡു മൈ അനോട്ടേഷൻസ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് എല്ലാ ഓപ്ഷൻസും കീറി മുറിച്ചുകൊണ്ട് ആണ് പഠിക്കേണ്ടത്. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക എന്നുള്ളതിനർത്ഥം അതിലെ 4 ഓപ്ഷൻസും ശരിയുത്തരവും റോങ് ഉത്തരവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും പഠിക്കലാണ്. പക്ഷെ അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. സോ നമ്മൾ പറ്റാവുന്നിടത്തോളം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ബാക്കി ഒരു ചെറിയ ഹോംവർക്ക് എപ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എഡ്വേർഡ് ബോണ്ടിന്റെ പൊളിറ്റിക്കൽ പ്ലേ ആയിട്ടുള്ള ഒരു പ്ലേ ഉണ്ട്. ഇറ്റ്സ് ആക്ച്വലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ബെർട്ടോൾഡ് ബ്രെച്ച്. ഓക്കെ, which depicts an aging William Shakespeare concerned more with financial security than with art or the people around him. ഇവിടെ എന്താ പ്രത്യേകത? ഇദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കിൽ അതൊരു പൊളിറ്റിക്കൽ പ്ലേ ആണെന്ന് പറഞ്ഞു, ബെർട്ടോൾഡ് ബ്രെച്ച് ഇൻഫ്ലുവൻസ് ചെയ്തതാണെന്ന് പറഞ്ഞു. ഇവിടെ നമുക്കൊരു ഏജിങ് ഷേക്സ്പിയറിനെ കാണാൻ പറ്റും. അതായത് ഷേക്സ്പിയർ പ്രായാധിക്യം വന്നിട്ടുള്ള ഒരു ഷേക്സ്പിയറിനെയാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്?
He is concerned more with financial security than with art. So ഷേക്സ്പിയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഓക്കെ പുള്ളി ഓക്കെ മരിക്കാൻ നേരവും അയ്യോ എൻ്റെ അവസാനത്തെ ഡ്രാമ ഞാൻ എപ്പോൾ എഴുതും എന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും അദ്ദേഹം എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഇവിടെ ഹി ഈസ് മോർ കൺസേൺ വിത്ത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. എൻ്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഈസ് അറ്റ് സ്റ്റേക്ക് എന്ന് ചിന്തിക്കുന്ന ഷേക്സ്പിയറിനെയാണ് ഇദ്ദേഹം ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. Than with art. He is not at all concerned that much with art or the people around him. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകളെ കുറിച്ചൊന്നും ഇദ്ദേഹം അത്ര കൺസേൺഡ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. സോ അത് ഏത് വർക്കിലാണ് വരുന്നത്? ബിങ്കോ, ദ ബണ്ടിൽ, ലിയർ, സേവ്ഡ്. ശരി ഉത്തരം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളൊരു മൊമെന്റ് എടുക്കൂ, എന്നിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കൂ. എന്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഏതായിരിക്കും? അദ്ദേഹത്തിന്റെ ലിയർ നിങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കും, എഡ്വേർഡ് മോണിന്റെ ലിയർ നിങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ വാട്ട് അബൌട്ട് അതർ വേർഡ്സ്? ബിങ്കോ, ദ ബണ്ടിൽ, ലിയർ, സേവ്ഡ്. നിനക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹത്തിന് ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ബിങ്കോ എന്നുള്ളതാണ്. ബിങ്കോ എന്ന് പറയുന്ന വർക്കിനെ കുറിച്ചാണ് ഇദ്ദേഹം ഈ പറയുന്നത്. ബിങ്കോ ആണ് ശരി ഉത്തരം. അതിന്റെ കംപ്ലീറ്റ് അതിന്റെ സബ് ആയിട്ട് വരുന്നത് സീൻസ് ഓഫ് മണി ആൻഡ് ഡെത്ത് എന്നാണ്. സീൻസ് ഓഫ് മണി ആൻഡ് ഡെത്ത് അത് 1973 ഒരു വർക്കാണ്. ആൻഡ് അവിടെയാണ് നമുക്ക് ഏജിങ് വില്യം ഷേക്സ്പിയറിനെ കാണാൻ പറ്റുന്നത്. അദ്ദേഹം തന്റെ വാർവിക്ക്ഷയറിലെ ഹോമിൽ 1615 1616 ഇടയിലുള്ള ആ ഒരു കാലഘട്ടം സ്പെൻഡ് ചെയ്യാണ്. ഇദ്ദേഹത്തിന് കുറച്ച് കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ബോധം പ്രോപ്പർ അല്ല, പാങ്സ് ഓഫ് കോൺഷ്യസ്നെസ് ഇഷ്യൂസ് അദ്ദേഹം ഭാഗികമായിട്ട് അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇദ്ദേഹം കുറച്ച് നൂലാമാലകളിലൊക്കെ പെടുന്നുണ്ട്. ഇത് വളരെ ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു വർക്കാണ്. പക്ഷേ ഇത് ബെർട്ടോൾഡ് ബ്രെച്ചിന്റെ വർക്കുകളാലും പിന്നെ അദ്ദേഹത്തിന്റെ എപ്പിക് തിയേറ്ററാലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഓക്കെ, ഒരുപാട് ക്രിറ്റിസിസംസും അതുപോലെ തന്നെ ഒരുപാട് അപ്രിഷിയേഷൻസും കൂടെ കിട്ടിയിട്ടുള്ള ഒരു വർക്കും കൂടെയാണ്. ഓക്കെ, ഓൾറൈറ്റ്. സോ ദാറ്റ്സ് ആൾ ബേസിക്കലി അബൌട്ട് ബിങ്കോ. ആൻഡ് ഇതിൽ ഇദ്ദേഹം വില്യം ഷേക്സ്പിയറിന്റെ ഒരു പുസ്തകമുണ്ട്. ബോണ്ട് ഇതിൽ ഒരു പുസ്തകത്തെ സൈറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് എ സ്റ്റഡി ഓഫ് ഫാക്ട്സ് ആൻഡ് പ്രോബ്ലംസ് എന്ന് പറയുന്ന 1930 പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഷേക്സ്പീരിയൻ സ്കോളർ ആയിട്ടുള്ള E.K. ചേംബേഴ്സിന്റെ ഒരു വർക്കിനെ ഇതിന്റെ സോഴ്സ് ആയിട്ട് ഇദ്ദേഹം എടുത്തതായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ബിങ്കോ എഴുതിയതെന്നാണ് എഡ്വേർഡ് ലിയർ പറയുന്നത്. ഓക്കെ, ആൻഡ് ഇദ്ദേഹം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് ഇദ്ദേഹം ഷേക്സ്പിയറിന്റെ ആ എൻക്ലോജർ മൂവ്മെന്റിലുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിസിപ്പേഷനെ കുറിച്ചൊക്കെ ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ് ബിങ്കോയിലെ ആക്ഷൻ പ്രധാനമായിട്ടും കൺസേൺ ചെയ്യുന്നത് ഷേക്സ്പിയറിന്റെ ഒരു വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ആ ഒരു പാർട്ടിസിപ്പേഷൻ ആണ് ഇൻ വെൽക്കമിങ് ദ എൻക്ലോജർ. അതൊരു ഫിനാൻഷ്യൽ സ്കീമാണ്. അവിടുത്തെ ഒരു ലാൻഡ് ഓണർ ആയിട്ടുള്ള വില്യം കോംബയും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സും എന്ത് ചെയ്യുകയുണ്ടായി, അവിടെയുള്ള ഹെഡ്ജസും ഡിഡ്ജസും കുറച്ച് കോമൺ ലാൻഡ്സുകളൊക്കെ ഷേക്സ്പിയറിന്റെ ഭാഗത്തു നിന്ന് അവരെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായി. ആൻഡ് അങ്ങനെ ആ ഭാഗത്തു നിന്നുള്ള പെസൻസിനെ അവർ ആ ലാൻഡിൽ നിന്ന് ഒഴിവാക്കുകയും ഷേക്സ്പിയറിന് റെന്റ് നഷ്ടമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിന് പകരമായിക്കൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, നിങ്ങൾ ആ ഒരു എൻക്ലോജറിന് ഓപ്പോസ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറച്ച് സജഷൻസ് ഒക്കെ ഇവിടെ പറയുകയാണ്. അതായത് അങ്ങനെ ഒരു കോംപ്ലക്സ് പ്ലോട്ട് ആണ്. ആൻഡ് ഇവിടെ നമ്മൾ സാധാരണയായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഷേക്സ്പീരിയൻ ക്യാരക്ടറിൽ നിന്ന് വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കാണാൻ പറ്റും. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം കുറച്ചും കൂടെ ഓൾഡ് ഏജ്ഡ് ആവുമ്പോൾ ആ 1565 to 1616 ആണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ 1616 ആ അവസാന കാലഘട്ടത്തിൽ ഇദ്ദേഹം അപ്പോഴും ആർട്ടും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് എന്നാണ് നമ്മൾ ഷേക്സ്പിയറിയൻ ആരാധകർ വിചാരിക്കുന്നത്. പക്ഷെ എഡ്വേർഡ് ബോണ്ടിന്റെ ഷേക്സ്പിയർ എന്താണ്, ഹീസ് ടോർമെന്റഡ് ബൈ ഹിസ് ഓൺ ക്ലിയർ വിഷൻ. ആൻഡ് അദ്ദേഹം ആ ഒരു സമയത്ത് ആൻഡ് ഹീസ് ഓൾസോ ഹാവിംഗ് ദിസ് ഡീപ് സിമ്പതി ഫോർ ദ സഫറിംഗ് ഓഫ് ദ പുവർ. സോ അദ്ദേഹം തൻ്റെ എക്കണോമിക് സക്സസിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, തന്നെ എക്കണോമിക് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയെ കുറിച്ച് വെറീഡ് ആവുന്ന ഒരു കേസൊക്കെയാണ്. ഓക്കെ, സോ അത്തരത്തിലൊരു ഹിസ്റ്റോറിക്കൽ ബേസിസ് ഉണ്ട്. ഇദ്ദേഹം വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള എന്നാൽ സ്വയം ഒരുപാട് ആത്മപരിശോധന ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇദ്ദേഹം ഇവിടെ ഒരു വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിട്ട്. ആൻഡ് ഒരുപാട് സീൻസ് വരുമ്പോൾ ഇദ്ദേഹം സൈലന്റ് ആണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഷേക്സ്പിയറിന്റെ ഡോട്ടർ ആയിട്ടുള്ള ജൂഡിത്ത് വരുന്നുണ്ട്. വില്യം കോംബെ എന്ന് പറയുന്ന ഒരു വെൽത്തി ലാൻഡ് ഓണർ എൻക്ലോസ് ദിസ് കോമൺ ലാൻഡ്സ് ഫോർ ഹിസ് ഓൺ പ്രോഫിറ്റ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് മറ്റു ചില ആളുകൾ വരുന്നുണ്ട്. ബെൻ ജോൺസൺ വരുന്നുണ്ട്. ഈ ബെൻ ജോൺസൺ ഇതിൽ ഷേക്സ്പിയറിന്റെ ഡ്രിങ്കിങ് ബഡിയും തിയേറ്ററിക്കൽ റൈവലും ആയിട്ട് വരുന്നത്. അങ്ങനെയുള്ള കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഇതിനെ കുറിച്ച് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മറ്റു ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസും കൂടെ നിങ്ങൾ കളക്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
Which critic made scathing attacks on T.S. Eliot in the 1920s, wrote a standard introduction to Aristotle's Poetics, and is the author of the Decline and Fall of the Roman Ideal. Decline and Fall of the Roman Empire എന്ന് പറയുന്ന മറ്റൊരു വർക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആരുടെയാണ്? എഡ്വേർഡ് ഗിബന്റെ ആണോ? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഈ ഒരു വർക്ക് ഞാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീച്ചേഴ്സോ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്ന് നോക്കൂ. ദ ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് ദ റോമൻ ഐഡിയൽ ആണിത്. ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് ദ റോമൻ എംപയർ ആരുടേതാണെന്ന് ഒന്ന് നോക്കൂ. എഡ്വേർഡ് ഗിബന്റേതാണ്. ഞാൻ ഓർമ്മ വന്ന ഒരു കാര്യം മെൻഷൻ ചെയ്തതേ ഉള്ളൂ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റൻ എന്താണ്? വിച്ച് ക്രിറ്റിക് മെയ്ഡ് സ്കാദിംഗ് അറ്റാക്സ് ഓൺ ടി എസ് എലിയറ്റ് ഇൻ 1920s? ടി എസ് എലിയറ്റിനെ കുറിച്ച് വളരെ ക്രൂരമായിട്ടുള്ള പരാമർശം 1920s നടത്തിയിരിക്കുന്നത് ആരാണ്? ഒരുപാട് ആളുകൾ നടത്തിയിട്ടുണ്ടാകും, പക്ഷെ നമുക്കൊരു ക്ലൂ തരുന്നുണ്ട്. ഹു റോട്ട് എ സ്റ്റാൻഡേർഡ് ഇൻട്രഡക്ഷൻ ടു അരിസ്റ്റോട്ടിൽസ് പോയറ്റിക്സ്? ഈ പറഞ്ഞിരിക്കുന്ന വിമർശകൻ എന്ത് എഴുതിയിട്ടുണ്ട്? അരിസ്റ്റോട്ടിലിന്റെ പോയറ്റിക്സിന് ഒരു സ്റ്റാൻഡേർഡ് ഇൻട്രൊഡക്ഷൻ ഇദ്ദേഹമാണ് നൽകിയിരിക്കുന്നത്. കൂടാണ്ട് ഇദ്ദേഹമാണ് ദ ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് ദ റൊമാൻറ്റിക് ഐഡിയൽ എന്ന് പറയുന്ന വർക്കും കൂടെ എഴുതിയിരിക്കുന്നത്. ഇതാരെയാണ് മെൻഷൻ ചെയ്യുന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. J.L. ലോവസ്, F.L. ലൂക്കാസ്, F.R. ലീവിസ്, L.C. നൈറ്റ്സ്. ശരി ഉത്തരം ഏതാണ്? ഇതാണ് ശരി ഉത്തരം. ഫ്രാങ്ക് ലോറൻസ് ലൂക്കാസ് എന്ന് പറയുന്ന F.L. ലൂക്കാസ് ആണ് ഇവിടുത്തെ നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, അപ്പം ഇദ്ദേഹമാണ് ടി.എസ്. എലിയറ്റിനെ ഭയങ്കരമായിട്ട് കൊല വിളിച്ചത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ ഇംഗ്ലീഷ് സ്കോളർ ആയിരുന്നു, ക്രിറ്റിക് ആയിരുന്നു, പോയറ്റ്, നോവലിസ്റ്റ്, പൊളിറ്റിക്കൽ പോളമിസിസ്റ്റ് ആയിരുന്നു, പിന്നെ ആൻഡ് ഈവൻ വേൾഡ് വാർ സെക്കൻഡിലെ ഇന്റലിജൻസ് ഓഫീസറും കൂടിയായിരുന്നു. അപ്പോൾ ഒരുപാട് മേഖലകളിൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ഇദ്ദേഹം ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു വർക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം, ആ വർക്കിനെതിരെയായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു വിമർശനം ഇദ്ദേഹം നടത്തുകയുണ്ടായി. അത് അദ്ദേഹത്തിന്റെ 1923 ഒരു റിവ്യൂവിലാണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത്. ആൻഡ് ഇദ്ദേഹം അതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സിന് ഒരു സ്റ്റാൻഡേർഡ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വർക്ക് എഴുതിയിട്ടുണ്ട്, ട്രാജഡി ഇൻ റിലേഷൻ ടു അരിസ്റ്റോട്ടിൽസ് പോയറ്റിക്സ് എന്ന് പറയുന്ന വർക്ക്. ഈ ഒരു പെർട്ടിക്കുലർ പേരോട് കൂടി വരുന്ന ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇൻട്രൊഡക്ഷൻ ഭയങ്കര ഫേമസ് ആയിരുന്നു. ആൻഡ് കൂടാണ്ട് ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു 4 വോളിയം ഓൾഡ് സ്പെല്ലിംഗ് കംപ്ലീറ്റ് വർക്ക് കൊണ്ടുവരുന്നുണ്ട്, ജോൺ വെബ്സ്റ്ററിൻ്റെത്. ഓക്കെ, അങ്ങനെ കുറച്ച് സുപ്രധാന വർക്കുകളൊക്കെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം കുറച്ച് ആന്റി ഫാസിസ്റ്റ് ക്യാമ്പയിൻസിനും അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്റലിജൻസ് ഓഫീസറായിട്ടുള്ള ആ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ആ ഒരു വാർ ടൈം സർവീസിനൊക്കെ ഇദ്ദേഹം അത്യാവശ്യം ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഓക്കെ, ആൻഡ് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഇദ്ദേഹമാണ് ഇതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞു. കൂടാണ്ട് 948 അദ്ദേഹത്തിന്റെ വർക്ക് ആയിട്ടുള്ള ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് ദ റോമൻ ഐഡിയൽ എന്ന് പറയുന്ന ഒരു ബുക്ക് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് അതിൽ ഐസ്ലൻഡ് ട്രാവലോഗും എസ്സേ ഓൺ ഐസ്ലൻഡിക് സാഗാസും വരുന്നുണ്ട്. പിന്നെ അതിൽ ഈ ഒരു വർക്കിലായിട്ട് ഇദ്ദേഹം 11,396 ഡെഫിനിഷൻസ് ഓഫ് റൊമാൻറ്റിസിസം ഇദ്ദേഹം കണ്ടുപിടിക്കുന്നുണ്ട്. ആൻഡ് ടി.എസ്. എലിയറ്റ് ഇദ്ദേഹത്തെ, പുള്ളി ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടെങ്കിലും ടി.എസ്. എലിയറ്റ് ഇദ്ദേഹത്തെ വിളിക്കുന്നത് ദ പെർഫെക്റ്റ് അനോട്ടേറ്റർ എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്, ലൂക്കാസിനെ. ആ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കാം. ഓക്കെ, ഓൾറൈറ്റ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. Who coined the term objective correlative? Objective correlative എന്ന് പറയുന്ന ആ ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത് ആരാണ്? ഇത് നിങ്ങൾക്ക് ചെറിയ തരത്തിലൊരു സംശയം ഉണ്ടാവാനുള്ള ഒരു കാരണം പറയാം. ഒന്ന്, ഒരാൾ ടേം കോയിൻ ചെയ്തിരിക്കുന്ന ആളും മറ്റൊരാൾ പോപ്പുലറൈസ് ചെയ്തിരിക്കുന്ന ആളും, ഈ രണ്ടാളുകളും ഇതിനുള്ളിൽ തന്നെ കയറിയിരിക്കുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുമ്പോഴേക്ക് ദൈവമേ അത് ടി.എസ്. എലിയറ്റ് ആവണേ, അല്ലെങ്കിൽ ആണ് എന്ന് പൊതുവെ പഠിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രൂപം നമ്മളെ ഇവിടെ കുഴപ്പത്തിലാക്കും. അപ്പൊ അതുകൊണ്ടാണ് ചില ആളുകൾ കോയിൻ ചെയ്യാനിരിക്കുന്നുണ്ട്, ചില ആളുകൾ അത് പിടിച്ചിട്ട് പോപ്പുലറൈസ് ചെയ്യാനിരിക്കുന്നുണ്ട്, ചില ആളുകൾ അത് പിടിച്ച് റീഇൻവെന്റ് ചെയ്യാനിരിക്കുന്നുണ്ട്, അങ്ങനെ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവരാനിരിക്കുന്നുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യാം. ഹു കോയിൻ ദ ടേം ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്? ടി.എസ്. എലിയറ്റ് ഉണ്ട്, ജോൺ ക്രോ റാൻസം ഉണ്ട്, എസ്ര പൗണ്ട് ഉണ്ട്, വാഷിംഗ്ടൺ ആൾസ്റ്റൺ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് കേൾക്കുമ്പോഴേക്ക് ടി.എസ്. എലിയറ്റിനെ കയറി പറഞ്ഞിരിക്കുന്ന നമ്മൾ ടി.എസ്. എലിയറ്റിനെ കയറി പറയും, പക്ഷെ ഇദ്ദേഹം പോപ്പുലറൈസ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. ഇത് കോയിൻ ചെയ്തിരിക്കുന്നത് ആരാണ്? വില്യം ഓൾസ്റ്റൺ ആണ്.
ഓക്കെ, സോറി, വാഷിംഗ്ടൺ ഓൾസ്റ്റൺ ആണ്. വാഷിംഗ്ടൺ ഓൾസ്റ്റൺ. ഇദ്ദേഹം ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ പെയിന്റർ ആണ്. അമേരിക്കയുടെ റൊമാൻറ്റിക് മൂവ്മെന്റ് ഓഫ് ലാൻഡ്സ്കേപ്പ് പെയിന്റിങ്ങിനെ പൈനിയർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഇദ്ദേഹമാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിനെ ടി.എസ്. എലിയറ്റ് തന്റെ എസ്സേ ആയിട്ടുള്ള ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസിൽ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യുകയും ശേഷം അത് വെച്ചിട്ട് പോപ്പുലറൈസ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. അപ്പൊ അതിൽ അദ്ദേഹം എന്താണ്, എങ്ങനെയാണ് ടി.എസ്. എലിയറ്റ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? The only way of expressing emotion in the form of art is by finding an objective correlative. In other words, a set of objects, a situation, a chain of events which shall be the formula of that particular emotion, such that when the external facts which must terminate in sensory experience are given, the emotion is immediately evoked. Okay. സോ അദ്ദേഹത്തിന്റെ ആ ഒരു ഹാംലെറ്റ് എന്ന് പറയുന്ന ആ ഒരു ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന് പറയുന്ന വർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഹാംലെറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിക് ഫെയിലിയർ ആണ്. നമ്മളെല്ലാവരും കൺസിഡർ ചെയ്യുന്ന ഒരു ക്ലാസിക് ട്രാജഡിയാണ് ഹാംലെറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതൊരു ആർട്ടിസ്റ്റിക് ഫെയിലിയർ ആണ്. അതിൽ ഈ ഒരു ലാക്ക് ഓഫ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത് ബെസ്റ്റ് ആയിട്ട് കാണുന്നത് നമുക്ക് എവിടെയാണെന്ന് അറിയോ? മാക്ബത്തിലെ സ്ലീപ്പ് വാക്കിംഗ് സീനിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം അവിടെ ലേഡി മാക്ബത്ത് ഒരു ക്യാൻഡിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ ഹാൻഡ്സ് റബ്ബ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് അവർ മർമർ ചെയ്യുന്നുണ്ട്, all the perfumes of Arabia will not be able to sweeten this little hand എന്ന് അവർ പറയുന്നുണ്ട്. സോ ഇതെല്ലാം അവരുടെ ആ ഒരു ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഹർ ഡീപ്ലി സപ്രസ്ഡ് ഫീലിംഗ് ഓഫ് സ്പിരിച്വൽ ആഗനി ആൻഡ് റിപ്പൻറ്റൻസ്, അവരുടെ ആ ഒരു ആത്മീയപരമായിട്ടുള്ള ആ ഒരു വേദനയും കൂടാണ്ട് അവരുടെ ആ ഒരു അടങ്ങാത്ത ആ ഒരു എന്ത് പറയാ റിപ്പൻറ്റൻസ്, പ്രായശ്ചിത്തത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബോധവും എല്ലാം പ്രോപ്പർ ആയിട്ട് ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ആ സ്ലീപ്പ് വാക്കിംഗ് സീനിൽ അവർ കൈ കഴുകി കളയുന്ന ആ ഒരു സീൻ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. സോ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് കോയിൻ ചെയ്തിരിക്കുന്നത് അമേരിക്കൻ പെയിന്ററും പോയറ്റും ആയിട്ടുള്ള വാഷിംഗ്ടൺ ഓൾസ്റ്റൺ ആണ്. ആൻഡ് അത് പിന്നീട് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ഭയങ്കരമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് പോയറ്റും ലിറ്റററി ക്രിറ്റിക്കും ആയിട്ടുള്ള ടി.എസ്. എലിയറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലെ വ്യത്യാസം നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Who introduced the phrase the empire writes back to the center? ആരാണ് the empire writes back to the center എന്ന് പറയുന്ന വർക്ക് എഴുതിയിരിക്കുന്നത്? ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ അതിൽ കാര്യമായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. എഡ്വേർഡ് സെയ്ഡ്, സൽമാൻ റഷ്ദി, ബിൽ ആഷ്ക്രോഫ്റ്റ്, ചിനുവ അച്ചീബി. ഓക്കെ, അപ്പൊ 4 ആളുകളെ നമുക്ക് തന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ കണ്ണിൽ എന്താ തോന്നുന്നത്? എംപയർ, ഓറിയന്റലിസം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എഡ്വേർഡ് സൈഡ് ആണ്. സോ നമ്മൾ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസും ലിറ്റററി തിയറീസും ഒക്കെ കുറച്ച് നമ്മൾ അല്പജ്ഞാനം ആപത്ത് എന്ന് പറയുന്ന പോലെ കുറച്ച് അറിയുന്ന ആളുകൾ പെട്ടെന്ന് കയറി ചിലപ്പോൾ എഡ്വേർഡ് സൈഡിനെ പറഞ്ഞേക്കും. പക്ഷേ സിമിലർ ആയിട്ടുള്ള ടൈറ്റിൽ വരുന്ന ഒരുപാട് വർക്കുകൾ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാക്ട് ആയിട്ടുള്ള ആൻസർ നോക്കണം. അപ്പോൾ സൽമാൻ റുഷ്ദിയുടെ വർക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ള ഒരു വർക്കാണ്, വാക്കുകളിലാണ് ഇത് വരുന്നത്. ദ എംപയർ റൈറ്റ്സ് ബാക്ക് ടു ദ സെന്റർ. സോറി, ഇത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹു ഇൻട്രൊഡ്യൂസ് ദ ഫ്രേസ് എന്നാണ് ചോദിക്കുക. ആ ഒരു സംസാരം, ആ ഒരു ഫ്രേസ് ആരുടേതാണ്, അത് ആരുടേതാണെന്ന് ചോദിക്കുന്നത്. അതായത് അങ്ങനെ ഇത്തരത്തിലുള്ളൊരു സംസാര ശൈലി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പദപ്രയോഗം ആരുടേതാണെന്നാണ് ചോദ്യം, വർക്കല്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, സെയിം ടൈറ്റിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ദ എംപയർ റൈറ്റ്സ് ബാക്ക് വിത്ത് എ വെഞ്ചിയൻസ്. എംപയർ റൈറ്റ്സ് ബാക്ക് വിത്ത് എ വെഞ്ചിയൻസ് എന്ന് പറഞ്ഞാൽ പ്രതികാരത്തോടു കൂടി എഴുതുന്ന ഒരു സംഭവം എന്നുള്ള രൂപത്തിൽ ഇദ്ദേഹം ആ ഒരു ടൈറ്റിലോട് കൂടി വരുന്ന ഒരു വർക്ക് പബ്ലിഷ് ചെയ്തു, ദ എംപയർ റൈറ്റ്സ് ബാക്ക് ഇൻ വെഞ്ചിയൻസ്. അത് 1982 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ വന്നിട്ടുള്ളൊരു ഫ്രേസിംഗ് ആണ് ദ എംപയർ റൈറ്റ്സ് ബാക്ക് ടു ദ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് ഇദ്ദേഹം ആക്ച്വലി ഈ ഒരു ഫ്രേസിനെ യൂസ് ചെയ്യുന്നത് ഇദ്ദേഹം എംപയർ സ്ട്രൈക്സ് ബാക്ക് എന്ന് പറയുന്നതിനെ പൺ ചെയ്തുകൊണ്ടായിരുന്നു. ആ എംപയർ സ്ട്രൈക്സ് ബാക്ക് എന്ന് പറയുന്നത് അവിടെ അന്നുണ്ടായിരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ TV ഷോ ആണ്. അതിനെ കളിയാക്കിക്കൊണ്ടാണ് ദ എംപയർ റൈറ്റ്സ് ബാക്ക് ടു ദ സെന്റർ എന്ന് പറയുന്ന ആ ഒരു ടേം ഇദ്ദേഹം യൂസ് ചെയ്യുന്നത്. അതിൽ അവരെന്താ റെഫർ ചെയ്യുന്നത്? ടു ദ വേസ് പോസ്റ്റ് കൊളോണിയൽ വോയിസസ് റെസ്പോണ്ട് ടു ദ ലിറ്റററി കാനൺ ഓഫ് കൊളോണിയൽ സെന്റർ. അതായത് ഈ കൊളോണിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ വന്നതോടുകൂടി എങ്ങനെയാണ്
how these post-colonial voices are actually responding to the ലിറ്റററി കാനൺ ഓഫ് കൊളോണിയൽ സെന്റർ. ആ കൊളോണിയൽ സെന്ററിനെ അവരെങ്ങനെയാണ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അതിന്റെ ഒരു കംപ്ലീറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് ദ എംപയർ റൈറ്റ്സ് ബാക്ക് തിയറി ആൻഡ് പ്രാക്ടീസ് ഇൻ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് റൈറ്റ്സ് ബാക്ക് ദ എംപയർ റൈറ്റ്സ് ബാക്ക് എന്ന് പറയുന്നത് ദ എംപയർ റൈറ്റ്സ് ബാക്ക് ടു ദ സെന്റർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഫ്രേസ് ആണ്. പക്ഷെ ദ എംപയർ റൈറ്റ്സ് ബാക്ക് എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ വർക്കിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ എന്തായിരുന്നു? വിത്ത് എ വെഞ്ചൻസ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വർക്ക്. പക്ഷെ സിമിലർ ആയിട്ട് ദ എംപയർ റൈറ്റ്സ് ബാക്ക് എന്ന് പറയുന്ന മറ്റൊരു വർക്ക് വരുന്നുണ്ട്. ദ എംപയർ റൈറ്റ്സ് ബാക്ക് തിയറി ആൻഡ് പ്രാക്ടീസ് ഇൻ നോൺ ഫിക്ഷൻ ബുക്ക് ഓൺ പോസ്റ്റ് കൊളോണിയലിസം. ആരുടേതാണ്? ബിൽ ആഷ്ക്രോഫ്റ്റിന്റെ ആണ്. ഗാരറ്റ് ഗിഫൻസും ഹെലൻ ടിഫനും കൂടെ ചേർന്ന് എഴുതിയിട്ടുള്ള വർക്കാണ്. അപ്പം ഇവരുടെ ഇത്തരത്തിലുള്ള ഒരു വർക്ക് ഫേമസ് ആണ്. അതിന് ചെറിയൊരു അല്യൂഷൻ നമുക്ക് തോന്നിയേക്കാം. അതേസമയം ഇത് ഇൻഫാക്ട് ഒരു അമേരിക്കൻ TV ഷോ ആയിട്ടുള്ള ദ എംപയർ സ്ട്രൈക്സ് ബാക്ക് എന്ന് പറയുന്ന വർക്കിനെതിരെയായിട്ടുള്ളൊരു അതിനെ പൺ ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. ഒരുപാട് ഒരു ക്രിറ്റിക്കൽ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അടുത്തത്, which of the following are applicable to the term carnival? Okay, it became important through the work of Russian theorist Mikhail Bakhtin. It means the way in which popular humor subverts official authority in classical, medieval, and Renaissance texts and culture. It overturns the established hierarchy and sets up a popular and democratic counterculture. It brings out the serious elements in literature. It is used as a critical tool for interpretation of poetry. അപ്പോൾ കാർണിവലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ആപ്ലിക്കബിൾ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, സോ 5 ഓപ്ഷൻസ് പറയുന്നുണ്ട്. It became important through the work of Russian theorist Mikhail Bakhtin. ഓക്കെ, അതായത് ഇദ്ദേഹം റഷ്യൻ തിയറിസ്റ്റ് ആയിട്ടുള്ള മിഖായിൽ ബക്തിന്റെ വർക്കിലൂടെയാണ് ഇത് പ്രധാനമായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് ഇത് അങ്ങനെ അത്ര അറിഞ്ഞു തുടങ്ങിയത് അല്ലെ? അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, it means the way in which popular humor subverts official authority in classical, medieval and Renaissance texts and culture. അത് ഒരു വേയിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്ത് വേ ആണ്? വേൾഡ് പോപ്പുലർ ഹ്യൂമർ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹ്യൂമറുകളെല്ലാം ഒഫീഷ്യൽ അതോറിറ്റിയെ സബ്വേർട്ട് ചെയ്യുന്നു, തല തിരിച്ചു വെക്കുന്നു. എസ്പെഷ്യലി ഇൻ ദ സെൻസ് ഓഫ് ക്ലാസിക്കൽ, medieval and Renaissance ടെക്സ്റ്റിന്റെയും കൾച്ചറിന്റെ ഒക്കെ കേസിൽ അത് ആ പോപ്പുലർ ഹ്യൂമറിനെ അവിടെ ആകെ തിരിച്ചു കളയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. It overturns the established hierarchy and sets up a popular and democratic counterculture. ഇവിടെ എന്താ പറയുന്നത്? അവിടെയുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹയറാർക്കി എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലാസ് ഓർഡർ സിസ്റ്റത്തെ, ഹയറാർക്കി, ആ ശ്രേണിയെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഓവർടേൺ തകിടം മറിക്കുന്നുണ്ട്. കൂടാണ്ട് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കൗണ്ടർ കൾച്ചർ അത് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. കൂടാണ്ട് ഡി, ഇറ്റ് ബ്രിങ്സ് ഔട്ട് ദ സീരിയസ് എലമെന്റ്സ് ഇൻ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിലെ എല്ലാ സീരിയസ് എലമെന്റ്സും അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ബ്രിങ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ ക്രിറ്റിക്കൽ ടൂൾ ഫോർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് പോയട്രി. പോയട്രിയുടെ ഇന്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് ഒരു ക്രിറ്റിക്കൽ ടൂൾ ആയിട്ട് ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് കറക്റ്റ് ആൻസർ നമ്മൾ എടുക്കുക. A, B, C ഓൺലി, A, B ഓൺലി, B and C ഓൺലി, A and C ഓൺലി. ഒന്നാമത്തെ നോക്കാം, ഒന്നാമത്തെ ശരിയാണോ നോക്കാം. പക്ഷെ അതിനു മുമ്പ് എന്താണ് കാർണിവൽ എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ കാർണിവലെസ്ക്, അദ്ദേഹത്തിന്റെ ഹെറ്ററോഗ്ലോസിയ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഭക്തിനെ സംബന്ധിച്ചിടത്തോളം it was a place for working out in a concretely sensuous, half real and half play acted form, and knew more of the interrelationship between what there was a lot of complicated steps about carnival. ഇവിടെ ഇദ്ദേഹം ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ സെൻസ് ഓഫ് ലിബറേഷൻ ഫ്രം ഒപ്രസീവ് നോംസ് എന്നുള്ളതാണ്. കാർണിവൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോർട്ട് ഓഫ് ലിബറേഷൻ ഫ്രം ദ ഒപ്രസീവ് ഫോംസ്. സോ കാർണിവലെസ്ക് എന്നോ അല്ലെങ്കിൽ സജസ്റ്റീവ് കാർണിവൽ എന്നുള്ളത് കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അത് ഡെഫിനറ്റ്ലി ഒരു എന്താണ്, ഒരു റെനസൻസ് അപ്രോച്ച് തന്നെയാണ്. പക്ഷെ അതേസമയം ഇത് മിഖായിൽ ബക്തിന്റെ ഒരു റഷ്യൻ തിയറിസ്റ്റ് ആയിട്ടുള്ള മിഖായിൽ ബക്തിന്റെ തിയറിയിലൂടെ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. കൂടാണ്ട് അവിടെ ഡെഫിനറ്റ്ലി ക്ലാസിക്കൽ, മെഡീവൽ ആൻഡ് റെനസൻസ് ടെക്സ്റ്റിനെയും കൾച്ചറിനെയും സബ്വേർട്ട് ചെയ്യുന്നുണ്ട്. കൂടാണ്ട് ഒരു പോപ്പുലർ ഡെമോക്രാറ്റിക് കൗണ്ടർ കൾച്ചറിനെ ഇത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വസ്തുതാപരമായിട്ട് ശരിയാണ്. ആൻഡ് ഇതിന് നമുക്ക് ബെസ്റ്റ് ആയിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? എസ്പെഷ്യലി
വില്യം ഷേക്സ്പിയറിന്റെ എ മിഡ്സമ്മർ നൈറ്റ് ഡ്രീമിൽ എടുക്കുകയാണെങ്കിൽ അതിലെ സ്പെൽസും എൻചാൻമെന്റ്സും എടുത്ത് നോക്കിയാൽ മതി. അത് അവിടെ ഒരു കാർണിവലസ്ക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാർണിവലസ്ക് എന്ന് പറയുന്നത് അവിടെ നമുക്ക് വി ക്യാൻ ആക്ച്വലി എക്സ്പെക്ട് എ സോർട്ട് ഓഫ് എക്സൈറ്റ്മെന്റ്, റിവൽറി, ഡേഞ്ചർ, and a kind of excitement about the world, the way the world works. So അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ there are a lot of official notions being presented regarding blasphemy and celebration, obscenity, debasings, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് തിങ്സ് ആർ ബീങ് പ്രസന്റഡ് എന്നുള്ള കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണത്. ഓക്കെ, ആൻഡ് ഇത് ബേസിക്കലി നമ്മൾ കാർണിവൽ എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ മെറി മേക്കിംഗ് ആണ് നടത്തുന്നത്, അല്ലേ? just like we are visiting a carnival, just like we are visiting something, or just like we are having some sort of enjoyment. പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കാർണിവലസ് അല്ലെങ്കിൽ കാർണിവൽ എന്ന് പറയുന്ന ഈ ഒരു പ്രപ്പോസിഷനിലൂടെ he was actually liberating and celebrating all those dominant styles through I'm sorry, chaos. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രോബ്ലംസ് ഓഫ് ദസ്തേവ്സ്കീസ് പോയറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു വർക്കിലൂടെയാണ് ഇതിന്റെ ഒരു സെലിബ്രേഷൻ വരുന്നത്. പിന്നീട് റബേലാസ് ആൻഡ് ഹിസ് വേൾഡ് എന്ന് പറയുന്ന വർക്കിലൂടെ അത് ഫർദർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ പറയുന്നത് കാർണിവലസ്ക് അതുപോലെ തന്നെ ഹെറ്ററോഗ്ലോസിയ പോലെയുള്ള കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് 3-4 കാര്യങ്ങളിൽ, വാക്കുകളിലോ അല്ലെങ്കിൽ സെന്റൻസുകളിലായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാവുന്നതല്ല. അത് കാർണിവൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സെലിബ്രേഷൻ മാത്രമല്ല, അത് നമ്മുടെ ഹ്യൂമൻ സൈക്കിയിൽ, നമ്മുടെ കളക്റ്റീവ് ആൻഡ് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിൽ ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു സംഭവം കൂടെയാണ്. സോ അത് പിന്നീട് എങ്ങനെ സൊസൈറ്റിയിലേക്ക് പെർമിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ലിറ്ററൽ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ് നമ്മൾ ഈ കാണുന്ന സെലിബ്രേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പൊ അതിന് അർത്ഥം എന്താണ്? എയും ബിയും സിയും ഓൺലിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. സീരിയസ് എലമെന്റ്സിനെ അല്ല അത് ഫോക്കസ് ചെയ്യുന്നത്, പോയട്രിയുടെ ക്രിട്ടിക്കൽ ഇന്റർപ്രിറ്റേഷന് വേണ്ടിയിട്ടുമല്ല അത് യൂസ് ചെയ്യുന്നത്. എയും ബിയും സിയും മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത്, which poem has the following line, we can die by it if not live by love? ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറിക്കൊള്ളുന്ന ഒരു സംഭവമാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലൈനാണ്. പക്ഷെ ഇത് ഏത് വർക്കിൽ നിന്ന് വരുന്നതാ? നിങ്ങൾ എന്നൊന്ന് പറയും, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വർക്കിൽ നിന്നാണ് വരുന്നത്. യുളീസസ്, ആൻഡ്രിയ ഡെൽ സാർട്ടോ, കാനനൈസേഷൻ, മൈ ലാസ്റ്റ് ടച്ചസ്. നിങ്ങളൊന്ന് പറയും. കാനനൈസേഷനിൽ നിന്നുമാണ്. അതിൽ നിന്ന് വരുന്ന കാനനൈസേഷൻ ഒരു മെറ്റാഫിസിക്കൽ പോമാണ്. ജോർഡൻ എഴുതിയിട്ടുള്ള വർക്കാണ്. 1633 ഒരു വർക്കാണ്. കൂടാണ്ട് അദ്ദേഹത്തിന്റെ വിറ്റും ഐറണിയും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ആൻഡ് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് കോൺസീറ്റ്സുകൾ ഉണ്ട്, ആൻഡ് യു ആർ വെൽ അവെയർ ഓഫ് ദാറ്റ്. അതിൽ വന്നിരിക്കുന്ന ഒരു ലൈനാണ്, വി ക്യാൻ ഡൈ ബൈ ഇറ്റ് ഇഫ് നോട്ട് ലിവ് ബൈ ഇറ്റ്, ഇഫ് നോട്ട് ലിവ് ബൈ ലവ്. നമുക്ക് പ്രണയം കാരണം ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പ്രണയം കാരണമായിട്ട് മരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ലൈക്ക് അതിന്റെ ഒരു എറ്റേണൽ നേച്ചർ അവിടെ പറയാണ്. ഓക്കെ, ആൻഡ് ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്തത്, The Victorian comic opera Patience that satirized the aesthetic movement was written by Gilbert and Dash. വേറൊരാളും കൂടെ എഴുതിയിട്ടുണ്ടല്ലോ, ആരാണെന്നാണ് ആ ചോദ്യം ചോദിക്കുന്നത്. വിക്ടോറിയൻ കോമിക് ഓപ്പറ പേഷ്യൻസ്, അതിന്റെ പേരെന്താണ്? പേഷ്യൻസ്. ആ പേഷ്യൻസ് എന്ന് പറയുന്ന ആ ഒരു കോമിക് ഓപ്പറ എന്ത് ചെയ്തു? ദാറ്റ് സറ്റൈറൈസ്ഡ് ദി എസ്തെറ്റിക് മൂവ്മെന്റ്. അവിടെ ഉണ്ടായിരുന്ന എസ്തെറ്റിക് മൂവ്മെന്റിനെ സറ്റൈറൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു വർക്ക് ഗിൽബർട്ടും പിന്നെ ആരും കൂടെ ചേർന്ന് എഴുതിയിട്ടുള്ളതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശരി ഉത്തരം എന്താണ്? ആർണോൾഡ് ടെനിസൺ ക്ലോ സള്ളിവൻ. പേഷ്യൻസ് അല്ലെങ്കിൽ ബൊൻതോൺസ് ബ്രൈഡ് എന്നാണ് അതിന്റെ ഒരു കംപ്ലീറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത്. അത് 2 ആക്ട്സുകളിൽ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. അതൊരു കോമിക് ഓപ്പറയാണ്. മ്യൂസിക് നൽകിയിരിക്കുന്നത് ആർതർ സള്ളിവനും, ആൻഡ് ലിബ്രറ്റോ, അതിന്റെ ഓപ്പറയുടെ ലിറിക്സ് നൽകിയിരിക്കുന്നത് W.S. ഗിൽബർട്ടും കൂടെയാണ്. അത് ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത്, ഫസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 1881 ആൻഡ് ഇവരുടെ കോമിക് ഓപ്പറയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് ഓൾസോ കോൾഡ് സാവോയ് ഓപ്പറാസ്, SAVOY, സാവോയ് ഓപ്പറാസ് എന്നുള്ള പേരിലും കൂടെ അവരുടെ ഓപ്പറാസ് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവരുടെ കോമിക് ഓപ്പറ ആയിട്ടുള്ള പ്രിൻസസ് ഇഡ, IDA,
അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് അന്നത്തെ വിമൻ എഡ്യൂക്കേഷനെയും മെയിൽ ഷോവിനിസത്തെയും സംബന്ധിച്ച ഒരു സ്പൂഫ് ആയിരുന്നു. ആൻഡ് ടെന്നിസന്റെ ഒരു സീരിയോ കോമിക് ആയിട്ടുള്ള ബ്ലാങ്ക് 10 പോം ആയിട്ടുള്ള ദ പ്രിൻസസ് എ മെഡ്ലിയെ കുറിച്ചുള്ള ഒരു സീരിയോ കോമിക് വർക്കും കൂടെ ആയിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറയും കൂടി ആയിരുന്നു പ്രിൻസസ് ഇഡ എന്ന് പറയുന്നത്. അവരുടെ ഒരു കൊളാബറേഷൻ വന്നിട്ടുള്ള മറ്റൊരു വർക്കാണ്. സോ ഈ ഒരു വർക്ക് ശ്രദ്ധിക്കുക. പേഷ്യൻസ് അത് എഴുതിയിരിക്കുന്നത് ആരാണ്? നമ്മുടെ ഗിൽബർട്ടും ആർതർ സള്ളിവനും കൂടെയാണ്. ഓക്കെ, മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ആർതർ സള്ളിവനും, അതുപോലെ തന്നെ അതിന്റെ ലിബ്രറ്റോ ഒപ്പറ ലൈൻസ് വരുന്നത് ഗിൽബർട്ടിന്റെയും കൂടെയാണ്. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കൂ. വുമൻ ഓഫ് പാലസ്തീൻ ആൻഡ് ഇന്ത്യൻ വുമൻ ഇൻ സ്ട്രഗിൾ ഡീൽ വിത്ത്. റെലവൻറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ എന്ന് പറയുന്നത്. പലസ്തീനിലെ വിമൻ ആൻഡ് ഇന്ത്യൻ വിമൻ ഇൻ സ്ട്രഗിൾ 1980 രണ്ടും ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആണ്. അതെന്തിനെ സംബന്ധിച്ചാണ്, അതെന്തിനെ സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് ചോദിക്കുന്നത്. വിമൻസ് റിലീജിയസ് ആൻഡ് ഫാമിലിയൽ ഇഷ്യൂസ് ആണ്. മറ്റൊന്ന് ഫീമെയിൽ മിലിറ്റൻസി ആൻഡ് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ്. അടുത്തത് വിമൻ സ്ട്രഗിൾ അറ്റ് ദെയർ വർക്ക് പ്ലേസ്, വിമൻസ് റിപ്രൊഡക്റ്റീവ് റൈറ്റ്സ്. ഇവിടെ ഒരുപക്ഷെ കുറച്ച് ആളുകൾ ഡിഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് പോകുന്നതായിരിക്കും ചിലപ്പോൾ, കാരണം നമ്മൾ ആ ഒരു ടൈറ്റിൽ കാണാണ്. ആൻഡ് വി ഡോണ്ട് നോ ഹു റോട്ട് ദാറ്റ്. അത് ആരാണെന്നും ചോദിക്കുന്നൊന്നുമില്ല. ഒരുപക്ഷെ രണ്ടാളുകൾ എഴുതിയിരിക്കുന്ന വർക്ക് ആയിരിക്കാം എന്നൊക്കെ നമ്മൾ അനുമാനിക്കുകയാണ്. ഇനി ഇത് യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ വിമൻ ഇൻ സ്ട്രഗിൾ 1980s എഴുതിയിരിക്കുന്ന ആ ഒരു വർക്ക് ആരുടേതാണ്? ഗെയിൽ ഓംവേദിന്റെ ഒരു വർക്കാണ്. വുമൻ ഓഫ് പാലസ്തീൻ ഇംഗേല ബെൻഡിറ്റിന്റെ ഒരു വർക്കാണ്. അപ്പൊ രണ്ടും രണ്ട് ആൾക്കാർ എഴുതിയത്. പക്ഷെ ഇത് രണ്ടും ഒരു ഇഷ്യൂവിനെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നത് എന്താണ്? ഫീമെയിൽ മിലിറ്റൻസി ആൻഡ് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ്. സ്ത്രീകളുടെ മിലിറ്റൻസി, മിലിറ്ററി ഒക്യുപ്പേഷനും കൂടാണ്ട് അവരുടെ രാഷ്ട്രീയ ഇൻവോൾവ്മെന്റും, ഇതിനെ രണ്ടിനെയും സംബന്ധിച്ചുള്ള ഒരു വർക്കാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, that's all about 9 question. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Which verse play by T.S. Eliot dealing with an individual's opposition to authority was written in response to the rising fascism in Central Europe? താഴെ പറഞ്ഞിരിക്കുന്ന ഏത് വേഴ്സ് പ്ലേ written by T.S. Eliot ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ഡീൽ ചെയ്യുന്ന തരത്തിൽ എഴുതിയിരിക്കുന്നത്? വിത്ത് ആൻ ഇൻഡിവിജ്വൽസ് ഓപ്പോസിഷൻ ടു അതോറിറ്റി. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു ഇൻഡിവിജ്വൽ അതോറിറ്റിക്കെതിരെ നടത്തുന്ന ഒരു ഓപ്പോസിഷനെ സംബന്ധിച്ചാണ് ഇത് വരുന്നത്. ആൻഡ് അതെന്തിനെതിരെയാണ് ഒരു റെസ്പോൺസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്? ടു ദ റൈസിംഗ് ഫാസിസം ഇൻ സെൻട്രൽ യൂറോപ്പ്. യൂറോപ്പിലുള്ള ആ ഒരു സെൻട്രൽ യൂറോപ്പിലുള്ള ആ ഒരു റൈസിംഗ് ഫാസിസത്തിനെതിരെയായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതൊരു അതോറിറ്റിക്ക് എതിരെയായിട്ട് വരുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ ഓപ്പോസിഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് വർക്കിനെയാണ് ഇത് ബേസിക്കലി മെൻഷൻ ചെയ്യുന്നത്? ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആളെ പിടി കിട്ടി. കോക്ടെയിൽ പാർട്ടി ആണോ, മർഡർ ഇൻ ദ കാത്തഡ്രൽ ആണോ, ദ ഫാമിലി റിയൂണിയൻ ആണോ, കോൺഫിഡൻഷ്യൽ ക്ലർക്ക് ആണോ? ഇതിൽ ഏതാണ്? റൈറ്റ് ആൻസർ മർഡർ ഇൻ ദ കാത്തഡ്രൽ ആണ്. അവിടെ നിങ്ങൾക്കറിയാം ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി തോമസ് ബെക്കറ്റിന്റെ ആ ഒരു അസാസിനേഷൻ ആണ് വരുന്നത്. 1170 അദ്ദേഹം ആയിരുന്നു അവിടുത്തെ ആർച്ച് ബിഷപ്പ്. അദ്ദേഹത്തിന്റെ ഒരു അസാസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മർഡർ ഓഫ് എ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. സോ അവിടെ there we have this female chorus comprising the women of Canterbury, and it deals with the issues of politics and theology, and it's also depicting this individual's opposition to authority. അല്ലെ, ഈ ഒരു അതോറിറ്റി ആർച്ച് ബിഷപ്പിനെതിരെയായിട്ടുള്ള അവരുടെ ആ ഒരു നീക്കങ്ങളും ആൻഡ് സെൻട്രൽ യൂറോപ്പിലുള്ള ആ ഒരു ഫാസിസത്തെയും കൃത്യമായിട്ട് വരച്ചു കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു വർക്കും കൂടിയാണ് മർഡർ ഇൻ ദ കാത്തഡ്രൽ. ഓക്കെ, അപ്പൊ നമ്മൾ ആരെയും സംസാരിച്ചതുപോലെ തന്നെ മർഡർ ഇൻ ദ കാത്തഡ്രൽ എന്ന് പറയുന്ന വർക്ക് ആര് എഴുതിയിരിക്കുന്നതാ? T.S. Eliot എഴുതിയിരിക്കുന്നതാ. So this T.S. Eliot's work is actually performed in 1935. 1935 പെർഫോം ചെയ്തിരിക്കുന്ന, അന്ന് തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു വർക്കും കൂടിയാണ്. സോ നിങ്ങൾക്കറിയാം അതിൽ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി തോമസ് ബെക്കറ്റിന്റെ അസാസിനേഷൻ ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഏത് ഇയർ ആയിരുന്നു? 1170 1170 ഈ ഒരു സംഭവം അവർ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇദ്ദേഹം എഡ്വാർഡ് ഗ്രിൻ എന്ന് പറയുന്ന അതിന്റെ ഒരു ദൃക്സാക്ഷിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എഴുതിയിരിക്കുന്നത്. കൂടാണ്ട് ഇതിൽ നിന്നും ഇദ്ദേഹം എഴുതാൻ വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ പ്രൊഡ്യൂസർ അദ്ദേഹത്തോട് വേണ്ടാന്ന് പറയുകയും അങ്ങനെ പിന്നീട് അത് മാറ്റിവെച്ചത് അദ്ദേഹം ബ്രയൻ നോട്ടൺ എന്ന് പറയുന്ന പോമായിട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ള ഇൻഡിവിജ്വലിന്റെ അതോറിറ്റിക്കെതിരെയുള്ള ഒരു ഓപ്പോസിഷൻ ആയിട്ട് വരുന്ന സെൻട്രൽ യൂറോപ്പിൽ പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫാസിസത്തിനെ മുളയിലേ നുള്ളാനുള്ള അല്ലെങ്കിൽ അതിന് എതിരെ ശക്തമായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വർക്ക് ആരുടേതായിരുന്നു? T.S. Eliotന്റെ ആയിരുന്നു. ഏത് വർക്ക് ആയിരുന്നു? മർഡർ ഇൻ ദ കാത്തഡ്രൽ ആയിരുന്നു. സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ആൻഡ് നമുക്ക് ബാക്കി
അടുത്ത സെഷൻസിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ കുറച്ച് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് ലഭിച്ചെന്ന് വിചാരിക്കുന്നു. അതുകൂടാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ കോക്ടെയിൽ പാർട്ടി, ഫാമിലി റിയൂണിയൻ, കോൺഫിഡൻഷ്യൽ ക്ലർക്ക് പോലെയുള്ള വർക്കുകളെ കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് ഡീപ്പർ ആയിട്ട് മനസ്സിലാക്കുക. അതിൽ എന്തെല്ലാം തീംസ് ആണ് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരു ടാസ്ക് ആയിട്ട് നിങ്ങളത് കൺസിഡർ ചെയ്യാം. ഓൾറൈറ്റ്. So that's all for the day. Thank you so much for listening. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Hey everyone, we are back with our discussion on Mega Pre-Net MOOC questions. നമ്മൾ നിലവിൽ 10 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു 8-10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തു. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which is the sequel of Things Fall Apart? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു കാരണവശാലും നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടുത്തരുത്. ഇത് ആരെഴുതിയതാ നിങ്ങൾക്കറിയാം? ആരെഴുതിയതാ? നൈജീരിയൻ ഓത്തർ ആയിട്ടുള്ള ചിൻവാ അച്ചീബി എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ട്രൈലജിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് തിങ്സ് ഫാൾ അപ്പാർട്ട്. അതിനുശേഷം വരുന്ന സീക്വൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സീക്വൽ ഏതാണ്? നോ ലോങ്ങർ ഐ പീസ്, ആരോ ഓഫ് ഗോഡ്, ദ മാൻ ഓഫ് ദ പീപ്പിൾ, ദ ആൻഡ് ഹിൽസ് ഓഫ് സവാന. ഇതിൽ ഏതാണ് ശരി ഉത്തരം? നിങ്ങൾ തന്നെ പറയൂ. അതിനുശേഷം വരുന്നത് നോ ലോങ്ങർ ഐ ടീസ് ആണ്. അത് 1960-ലാണ്. അതായത് തിങ്സ് ഫാൾ അപ്പാർട്ട് ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 1958. 2 വർഷം കഴിഞ്ഞപ്പോൾ നോ ലോങ്ങർ ഐ ടീസ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. പിന്നെ അതിനുശേഷം ആർ ഓഫ് ഗോഡ് വരികയുണ്ട്. അത് 1964-ലാണ്. ഓക്കെ, അതിന്റെ കുറച്ചും കൂടി ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിട്ടാണ് ആർ ഓഫ് ഗോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ബന്ധം പുലർത്തുന്ന മറ്റ് 2 വർക്കുകളാണ് മാൻ ഓഫ് ദ പീപ്പിളും ആൻഡ് ഹിൽസ് ഓഫ് സവാന എന്ന് പറയുന്ന ഈ വർക്കും കൂടെ. സോ അത് 1966-ലും 1987-ലായിട്ട് വന്നിട്ടുള്ള 2 വർക്കുകളാണ്. ഈ വർക്കുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതിൽ ഒബി ഒക്കോങ്ക്വോ എന്ന് പറയുന്ന വ്യക്തി തന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ഒക്കോങ്ക്വോ എങ്ങനെയായിരുന്നു, അവിടെയുള്ള ആ ഒരു യൂറോപ്യൻ മിഷണറീസിനെതിരെ സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഇദ്ദേഹം വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി. സോ ഇദ്ദേഹത്തിന് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്വീകരിക്കേണ്ട സമയമായി. തന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഐഡിയൽസും മോറൽസും അദ്ദേഹത്തിന് സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല. ബിക്കോസ് ദ വേൾഡ് ഈസ് ചേഞ്ചിങ് ആൻഡ് ഹി ഹാസ് ടു മൂവ് അഹെഡ് എന്നുള്ള രൂപത്തിലൊക്കെയാണ്. അപ്പോൾ ചേഞ്ച് ബാധിച്ചിട്ടുള്ള ഒരു ആഫ്രിക്കൻ ട്രൈബിലുള്ള ഒബി ഒക്കോങ്ക്വോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥ ഫീച്ചർ ചെയ്യുന്ന ഒരു രൂപത്തിലാണ് നോ ലോങ്ങർ അറ്റീസിന്റെയൊക്കെ കഥ പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാർഗരറ്റ് ആറ്റ്വുഡ്സ് ഏലിയാസ് ഗ്രേസ്, ദ ബ്ലൈൻഡ് അസാസിൻ ആൻഡ് സർഫസിംഗ് ആർ എക്സാമ്പിൾസ് ഓഫ് ഫോർ ദ പോസ്റ്റ് മോഡേൺ ജാൻറ ടേം ബൈ ലിൻഡ അച്ചൻ. ലിൻഡ അച്ചൻ ടേം ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് മോഡേൺ ജാൻറ ഉണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ആണ് മാർഗരറ്റ് ആറ്റ്വുഡിന്റെ ദ ബ്ലൈൻഡ് അസാസിനും സർഫസിംഗും അതുപോലെ തന്നെ ഏലിയാസ് ഗ്രേസും ഒക്കെ. എന്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനെ കുറിച്ചായിരിക്കും? 4 ഓപ്ഷൻസ് ഉണ്ട്. ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ, മാജിക് റിയലിസം, മെറ്റാഫിക്ഷൻ, ജിയോഗ്രഫിക്കേഷൻ. എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്? ശരിയുത്തരം ഏതാണ്? ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ ആണ്. അത് കനേഡിയൻ ലിറ്റററി തിയറിസ്റ്റ് ആയിട്ടുള്ള ലിൻഡ അച്ചൻ കോയിൻ ചെയ്തിരിക്കുന്ന ഒരു ജാൻറയാണ്. അവരാണ് ഈ പേര് കോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരിതിനെ ഡിഫൈൻ ചെയ്യുന്നത് വളരെ ഇന്റൻസ്ലി സെൽഫ് റിഫ്ലെക്സീവ് ആയിട്ടുള്ള, എന്നാൽ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സും പേഴ്സണേജസും ഒക്കെയുള്ള നോവൽസിനെ അപ്ലൈ ചെയ്യുന്ന തരത്തിലാണ് അവർ ഈ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത്. അവർ പറയുന്നത് ഇത്തരത്തിലുള്ള പോസ്റ്റ് മോഡേൺ നോവൽസ്, ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ യൂസ് ചെയ്യുന്ന പോസ്റ്റ് മോഡേൺ നോവൽസ് എന്താണ്, വളരെ സെൽഫ് റിഫ്ലെക്സീവ് ആണ്. അതേസമയം ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിന്റെയും അതുപോലെ തന്നെ പേഴ്സണുകളെയും മേൽ അവരൊരു അവകാശവാദം ഉന്നയിക്കും. അതായത് ഹിസ്റ്ററി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഫിക്ഷൻ. ബേസിക്കലി അത് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ലിറ്റററി ജാൻറയിൽ അവർ ഫിക്ഷനും ഹിസ്റ്റോറിയോഗ്രഫിയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഹിസ്റ്ററിയും ലിറ്ററേച്ചറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഹിസ്റ്ററിയെ നമ്മൾ ലിറ്ററേച്ചറിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് ഹിസ്റ്റോറിയോഗ്രഫിക് മെറ്റാഫിക്ഷണൽ വർക്ക്സുകളിലായിട്ട് വരുന്നത്. അടുത്തത്, which is Shaw's play based on Don Juan legend. ഡോൺ ജുവാൻ ലെജൻഡിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വരുന്ന ബെർണാഡ് ഷായുടെ വർക്ക് ഏതാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിസ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയമില്ലല്ലോ. ഓക്കെ, ഇവിടെ 4 വർക്ക്സുകൾ കാണുന്നുണ്ട്. മാൻ ആൻഡ് സൂപ്പർമാൻ, അടുത്തത് ബാക്ക് ടു മെത്യൂസല, അടുത്തത് ആർംസ് ആൻഡ് എ മാൻ, അടുത്തത് മേജർ ബാബറ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാ നിങ്ങൾക്ക് തോന്നുന്നത് ശരിയുത്തരം? നിങ്ങൾക്ക് തോന്നുന്നല്ല, ശരിയുത്തരം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ശരിയുത്തരം മാൻ ആൻഡ് സൂപ്പർമാനിലാണ്. മാൻ ആൻഡ് സൂപ്പർമാൻ എന്ന് പറയുന്നത് ഒരു 4 ആക്ട് ഡ്രാമയാണ്. ഇദ്ദേഹം ഡോൺ ജോൺ എന്ന് പറയുന്ന ആ ഒരു തീമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ഡോൺ ജോൺ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? അതൊരു ഡോൺ ജോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ
ഡോൺ ജിയോവാനി അഥവാ ഡോൺ ജോൺ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന പണി എന്താണ്? അദ്ദേഹം സ്വന്തം ലൈഫ് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ടു സെഡ്യൂസ് വിമൻ. അദ്ദേഹം ഒരു സ്പാനിഷ് ലിബർട്ടീൻ ആണ്. ലിബർട്ടീൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് മോറൽ പ്രിൻസിപ്പിൾസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളാണ്. ജസ്റ്റ് ലൈക്ക് നിങ്ങൾ എന്തിനു സെക്ഷൽ റെസ്ട്രെയിൻസ് വെക്കണം, നിങ്ങൾ എന്തിനു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലിബർട്ടീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇദ്ദേഹം ഒരു സ്പാനിഷ് ലിബർട്ടീൻ ആണ്. ഇദ്ദേഹം തന്റെ ലൈഫ് തന്നെ ഇതിനായിട്ട് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്, വിമനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഈ ഡോൺ ജോന്റെ ഈ ഒരു ലെജൻഡ് ഒരുപാട് വർക്കുകളിലായിട്ട് വരുന്നുണ്ട്. ആൻഡ് അത്തരത്തിലുള്ള ഒരു സംഭവം വളരെ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് വർക്കുകളുണ്ട്. മൊളിയർ അദ്ദേഹത്തിന്റെ ഡോം ജുവാൻ എന്ന് പറയുന്ന വർക്കിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലിബ്രറ്റോസിലും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോർഡ് ബൈറൺ ഡോൺ ജുവാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോം എഴുതിയിട്ടുണ്ട്. ഡോൺ ജോൺ ടെനോറിയോ എന്ന് പറയുന്ന ജോസൊറിലയുടെ മറ്റൊരു വർക്കൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രത്യേകമായിട്ട് നോട്ടീസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ മാൻ ആൻഡ് സൂപ്പർമാൻ എന്ന് പറയുന്നത് ബെർണാഡ് ഷോയുടെ ഡോൺ ജോന്റെ മറ്റൊരു യൂട്ടിലൈസേഷൻ ആണ്. ഡോൺ ജോൺ തീം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ലണ്ടൻ റോയൽ കോർട്ട് തിയേറ്ററിലാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വർഷം 1903 ആണ്. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് സ്റ്റേ ചെയ്തിരിക്കുന്ന സ്ഥലം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് സോ ഡോൺ ജോൺ തീം ആയതുകൊണ്ട് തന്നെ സിഡക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രിൻസിപ്പൽ തീമായിട്ട് വരും. ഓക്കെ, വെൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡോൺ ജോൺ പ്ലേയിലെ തേർഡ് ആക്ട് കുറച്ച് ലോങ് ആണ്. ഇവിടെ സെവറൽ ക്യാരക്ടേഴ്സുമായിട്ട് തേർഡ് ആക്ടിൽ വെച്ചിട്ട് ഹെല്ലിൽ വെച്ചിട്ടുള്ള ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട്. അത് ഇതിലെ സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതൊന്ന് നോട്ടീസ് ചെയ്ത് വെക്കും. അടുത്തത്, ദ കോൺസെപ്റ്റ് ഓഫ് ഉബർമെൻഷ് ഓർ സൂപ്പർമാൻ ഈസ് റിലേറ്റഡ് ടു, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടേം ആണ്, കേൾക്കാൻ നല്ല രസമാണ്. പക്ഷെ ഉബർമെൻഷ് അഥവാ സൂപ്പർമാൻ എന്ന് പറയുന്നത് ആരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. 4 ആളുകളെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹെദിഗർ, ഗെഡാമർ, അഡോർണോ, തിയഡോർ അഡോർണോ, ഫ്രെഡറിക് നീഷെ. ഇതിൽ ആരാണ് നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുള്ളത് ഒന്ന് പറയും. ശരിയുത്തരം എന്താണ്? ഫ്രെഡറിക് നീഷെയാണ്. ഫ്രെഡറിക് നീഷെയാണ് ശരിയുത്തരം. ലമ്മി മാർക്കറ്റ്, ഫ്രെഡറിക് നീഷെയാണ്. ഇദ്ദേഹം ആരായിരുന്നു? നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ജർമ്മൻ ഫിലോസഫർ ആണ്, തിങ്കർ ആണ്. അദ്ദേഹമാണ് ഊബർ മെൻഷ് എന്ന് പറയുന്ന ആ ഒരു ഊബർ മെൻഷ്, ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ജർമ്മൻ ആണ് എന്നുള്ള ഒരു തരത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ കുറെയൊക്കെ കൂടി നമുക്ക് പെട്ടെന്ന് ആളെ പെട്ടെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. നീഷ ജർമ്മൻ ആണ്. അങ്ങനെ നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ അങ്ങനെയെങ്കിലും നമുക്കൊന്ന് കൺഫേം ചെയ്യാം. സോ ഇദ്ദേഹമാണ് ഊബർ മെൻഷ് അഥവാ സൂപ്പർമാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പ്രകാരമായിട്ട് ഇറ്റ്സ് ആക്ച്വലി an idea of humans who create their own values based on their experience of life. നമ്മുടെ സ്വന്തം ലൈഫിന്റെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വി ആർ ക്രിയേറ്റിംഗ് അവർ ഓൺ വാല്യൂ. അത്തരത്തിലുള്ള ആളുകളെയാണ് സൂപ്പർമാൻ എന്ന് ഇദ്ദേഹം പറയുന്നത്. സോ അദ്ദേഹം ഈ ഒരു ഐഡിയയെ അദ്ദേഹം പ്രോമിനൻസ് ആയിട്ട് കൊണ്ടുവരുന്നത് ദസ് സ്പോക്ക് സാരത്തൂസ്ട്ര എന്ന് പറയുന്ന വർക്കിലാണ് ഇദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് ഊബർമെൻഷ് ആക്ച്വലി കൊണ്ടുവരുന്നത്. ഓക്കെ, സോ അവിടെ ബേസിക്കലി ഈ ഒരു ഹ്യൂമന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഹ്യൂമൻ നമ്മളെ തന്നെ സ്വയം ഔട്ട്ഗ്രോൺ ചെയ്തിട്ടുണ്ടാവും. And this kind of human won't be, kind of burdened by the sorrows of other people. He will be much more concentrating on himself. അല്ലെ? So അങ്ങനെ ഇത്തരത്തിലൊരു ഊബർമെൻഷ് എന്ന് പറയുന്നത് he is actually power of superiority. He is actually a symbol of power and superiority. And like ഒരു ഗോഡ്ലി പ്ലേസിലുള്ള ആളുകൾ. And ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വയം ഒരു ജസ്റ്റിസ് ഉണ്ടാവും. And he will be the ultimate authority. He won't be considering anyone as his own authority. And he will be having his own moral personal compass as well. അപ്പൊ അങ്ങനെയുള്ളൊക്കെയുള്ള ഒരു വ്യക്തിയാണ് സൂപ്പർമാൻ അല്ലെങ്കിൽ സുപ്പീരിയർ മാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ എക്സിസ്റ്റൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന തന്റെ കാര്യങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു അളവുള്ള ഒരു അദ്ദേഹത്തിന്റെ ഉപമെൻഷൻ എന്ന് പറയുന്നത്. അതിന് 7 പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പം അതിൽ സെൽഫ് ഡിറ്റർമിനേഷൻ വരുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി, ഫ്ലെക്സിബിലിറ്റി, സെൽഫ് മാസ്റ്ററി, സെൽഫ് കോൺഫിഡൻസ്, ചിയർഫുൾനെസ്, കറേജ്, ബിക്കമിങ്, ഓവർകമിങ്, ഡിസ്കോണ്ടന്റ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്താൽ ഉപമെൻഷൻ ആവുകയുള്ളൂ. എല്ലാവർക്കും ആവാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. സോ ഇത് ആരിൽ നിന്ന് വരുന്നു? ഫ്രെഡറിക് നീഷയിൽ നിന്ന് വരും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രധാനപ്പെട്ട വർക്കിനെ കുറിച്ചും ശ്രദ്ധിക്കുക. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കാം. The passage beginning all the world's stage is spoken by dash in as you like it. ഇതൊരു കാരണവശാലും നമ്മൾ തെറ്റിക്കരുത്. ഓക്കെ, ഒരു കാരണവശാലും നമ്മൾ തെറ്റിക്കരുത്. ഇതില് ഫ്രെഡറിക് ടച്ച്സ്റ്റോൺ, ഓർലാൻഡോ ജാക്വസ്, ആസ് യു ലൈക്ക് ഇറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈനാണ്. ഓൾ ദ വേൾഡ്സ് സ്റ്റേജ് ആൻഡ് വി ഓൾ ആർ പ്ലേയേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. അതില് ആരാണ് ഇത് ഡെലിവർ ചെയ്യുന്നത്? ഈ ഒരു സംഭവം ആരുടെ വകയാണെന്നാണ് ചോദിക്കുന്നത്. ജാക്വസ് delivers this monologue in Act 2, scene എത്രയാണ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ. ഓഫ് ആസ് യു ലൈക്ക് ഇറ്റ്. ഈ സ്പീച്ചിൽ നമ്മൾ ലോകത്തെ ഒരു സ്റ്റേജ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ ലൈഫിൽ ആ ഒരു 7 സ്റ്റേജസിനെ കുറിച്ച് അവർ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്, ഇല്ലേ? അത് പ്രോപ്പർ ആയിട്ട് വിശദീകരിക്കുന്ന ഒരു പോം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഷേക്സ്പിയറിന്റെ ആസ് യു ലൈക്ക് ഇറ്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ്സ് സ്പോക്കൺ ബൈ ദ മെലാങ്കളി ജാക്വസ് ഇൻ ആക്ട് 2, scene 7, line 139. എക്സാക്ട് ആയിട്ട് പോവാണെങ്കിൽ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആൻഡ് ഇതിൽ ഒരുപാട് മെറ്റഫോറിക്കൽ ആയിട്ടുള്ള പ്രസന്റേഷൻ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് അതിൽ നമ്മുടെ മനുഷ്യന്റെ 7 ഏജസ് ആണ് പറയുന്നത്, അല്ലെ? മനുഷ്യന്റെ 7 ഏജസ് അല്ലെങ്കിൽ മനുഷ്യന്റെ 7 ഫേസസ് അതിൽ പ്രത്യേകമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവിടെ അദ്ദേഹം മനുഷ്യന്റെ ലൈഫിനെ തിയേറ്ററുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഹയർ ഓർഡറിൽ നിന്ന് വരുന്ന ആ ഒരു സ്ക്രിപ്റ്റിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ മാത്രമാണ് നമ്മൾ എന്ന തരത്തിലുള്ള ഒരു ഫിലോസഫി. അതായത് മറ്റുള്ളൊരു ഗോഡ് അല്ലെങ്കിൽ ഒരു പ്ലേ റൈറ്റ്സ്, നമുക്ക് മുന്നിലുള്ള ഒരു സുപ്പീരിയർ അതോറിറ്റി വെക്കുന്ന ഒരു സ്ക്രിപ്റ്റ് എനാക്ട് ചെയ്യാനുള്ള ആക്ടേഴ്സ് മാത്രമാണ് നമ്മൾ. ഒരു ബോയ് ആയിരിക്കും, പിന്നീട് നമ്മളൊരു മാൻ ആയിരിക്കും, പിന്നീട് നമ്മൾ ഓൾഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഫേസ് ആ ഒരു സ്റ്റേജുകളെല്ലാം കാണിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വർക്ക് ആയിരുന്നു ആസ് യു ലൈക്ക് ഇറ്റിലെ എസ്പെഷ്യലി ആ സ്പീച്ച് എന്ന് പറയുന്നത്. അടുത്തത്, ടു വിച്ച് കൺട്രി ഡസ് ദ അബ്സർഡ് പ്ലേറൈറ്റ് യൂജീൻ ഐനസ്കോ ബിലോങ്? വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ്? ജർമ്മനി, റൊമാനിയ, പിന്നെ അർജന്റീന, റഷ്യ. ഇവിടെ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആവാൻ കാരണം എന്താണ്? അദ്ദേഹത്തെ നമ്മൾ കൂടുതലായിട്ട് അറിയപ്പെടുന്നത് എന്താണ്, ഒരു ഫ്രഞ്ച് അവാൻഗാർഡ് തിയേറ്റർ റൈറ്റർ എന്നുള്ള രൂപത്തിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ അറിയുന്നത്. ഒരു ഫ്രഞ്ച് അവാൻഗാർഡ് റൈറ്റർ എന്നുള്ള രൂപത്തിലാണ് ഞാൻ പണ്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം ഒരു റൊമാനിയൻ ഫ്രഞ്ച് പ്ലേ റൈറ്റ് ആണ്. ഓക്കെ, റൊമാനിയൻ ഫ്രഞ്ച് പ്ലേ റൈറ്റ് ആണ്. കൂടുതലായിട്ട് ഇദ്ദേഹം ഫ്രഞ്ചിലാണ് എഴുതിയിരിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ഫ്രാൻസ് എന്നുള്ളത് ഓപ്ഷൻ നോക്കി പോകുമ്പോൾ നമുക്കത് കിട്ടിക്കോണമെന്നില്ല. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചുള്ളൊരു ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതാണ്. അവർ ജനിച്ച സ്ഥലം, ജനിച്ച വർഷം നമ്മൾ അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കാറില്ല പൊതുവെ. പക്ഷേ ഇങ്ങനെയും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി നോട്ടീസ് ചെയ്യണം. അദ്ദേഹം ഒരു റൊമാനിയൻ ഫ്രഞ്ച് പ്ലേ റൈറ്റ് ആണ്. ഫ്രഞ്ച് അവാൻഗാർഡ് തിയേറ്ററിലെ വൺ ഓഫ് ദി ഫോർമോസ്റ്റ് ലിറ്റററി ഫിഗർ ആണ്. ആൻഡ് ഇദ്ദേഹത്തിന് ഒരുപാട് പ്രശസ്തമായിട്ടുള്ള വർക്കുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ബാൾസൊക്രാന ഇദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആന്റി പ്ലേ ആണ്. ഇദ്ദേഹം തിയേറ്റർ ഓഫ് അബ്സർഡിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഡെഫിനറ്റ്ലി റൊമാനിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The work Spectres of Marx was written by. Spectres of Marx എന്ന് പറയുന്ന വർക്ക് ആരുടേതായിരുന്നു? Spectres of Marx. 4 ഓപ്ഷൻസ് ഇവിടെ നിങ്ങളുടെ കൺമുന്നിലുണ്ട്. ലൂയി ആൽതസർ, ടെറി ഈഗിൾട്ടൺ, ജാക്കസ് ഡെറിഡ, പിന്നെ ജോർജ് ലുക്കാസ്. ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആരുടെ വർക്കാണ് Spectres of Marx എന്ന് പറയുന്നത്? Spectres of Marx. Spectres of Karl Marx, അതായത് കാൾ മാർക്സിന്റെ സ്പെക്ടേഴ്സ്, ചെങ്കോൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ആരുടെ വർക്കാണ്? ഇത് ടൈറ്റിൽ പറയുന്നത് കാൾ മാർക്സിനോടുള്ള ഒരു അല്യൂഷൻ ആണ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ആക്ച്വലി an allusion to Karl Marx. കൂടാണ്ട് ഫ്രെഡറിക് എംഗൽസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയില് പറയുന്ന ഫ്രെഡറിക് എംഗൽസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇതിന്റെ ഈ ടൈറ്റിൽ വന്നിരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ എ സ്പെക്ടർ ഈസ് ഹോണ്ടിങ് യൂറോപ്പ്. ഒരു ചെങ്കോല് യൂറോപ്പിനെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ വെച്ചിട്ടാണ് ഇദ്ദേഹം ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ആരാ ഇത് എഴുതിയിരിക്കുന്നത്? ജാക്കസ് ഡെറിഡയാണ്. ഡെറിഡയുടെ വർക്കാണ് ദി സ്പെക്ടർ ഓഫ് കാൾ മാർക്സ് എന്ന് പറയുന്നത്. സോ ഡെറിഡയെ സംബന്ധിച്ചിടത്തോളം ദി സ്പിരിറ്റ് ഓഫ് മാർക്സിസ് ഇറ്റ്സ് മച്ച് മോർ റെലവന്റ് നൗ. 1989 ബെർലിൻ ഫോറിന് ശേഷം ഹിസ് സ്പിരിറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസം ഈസ് മച്ച് മോർ റെലവന്റ് നൗ. ആൻഡ് കമ്മ്യൂണിസം ഓൾമോസ്റ്റ്
തകർന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ടൈം ടു റിവൈവ് ഇറ്റ് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ഇദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാൾ മാർക്സിനെ നിങ്ങൾക്ക് അറിയാം, കമ്മ്യൂണിസം പ്രചരിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ഡാസ് ക്യാപിറ്റൽ ആൻഡ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ ഒരു ബൈബിൾ നൽകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വന്നിരിക്കുന്ന ഒരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ജെറീഡ ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അതിൽ വരുന്ന ആ ലൈന് പ്രത്യേകം ഫേമസ് ആണ്. ആ ലൈനും കൂടെ ഒന്ന് നോട്ടീസ് ചെയ്തേക്കുക. എ സ്പെക്ടർ ഈസ് ഹോണ്ടിങ് യൂറോപ്പ്, ദ സ്പെക്ടർ ഓഫ് കമ്മ്യൂണിസം. ഏത് സ്പെക്ടറിനെയാണ് അവിടെ പറയുന്നത്? കമ്മ്യൂണിസത്തിന്റെ ചെങ്കോൽ എന്നാണ് പറയുന്നത്. അതായത് അവിടെ പറഞ്ഞു വരുന്നത് പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ വൈഡ് സ്പ്രെഡ് ആയിരുന്നു. ആൻഡ് ഈവൻ ഫോർ ദോസ് ഇൻ ദ ഓപ്പോസിഷൻ ടു, കാരണം അവർക്ക് അവരുടെ എതിരിലുള്ള ആളുകളെയൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ലേബൽ ചെയ്യാനുള്ള ഒരു ഭയങ്കര താല്പര്യമായിരുന്നു. ആൻഡ് പവറിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു പവറുള്ള ഒരു സംഭവമായിട്ടൊക്കെ അവർ അക്നോളജ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് സ്പെക്ടേഴ്സ് ഓഫ് മാർക്സുമായിട്ട്. അതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ ആയിട്ട് വരുന്നത് ദ സ്റ്റേറ്റ് ഓഫ് ദ ഡെപ്റ്റ്, ദ വർക്ക് ഓഫ് മോർണിംഗ് ആൻഡ് ദ ന്യൂ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ടൈറ്റിൽ അവിടെ വരുന്നുണ്ട്. ആൻഡ് ഇദ്ദേഹം അത് ആക്ച്വലി ഒരു സീരീസ് ഓഫ് ലെക്ചറിന്റെ സമയത്താണ് ആദ്യമായിട്ട് ഇത് പ്രസന്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി വിതർ മാർക്സിസം എന്ന് പറയുന്ന ഒരു മാർക്സിസത്തിന്റെ ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാലിഫോർണിയൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലെക്ചറൽ സീരീസിൽ നിന്നാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ഡിസ്കഷനിൽ നിന്നുമാണ് ഹോണ്ടോളജി എന്ന് പറയുന്ന ഒരു സ്ട്രീം തന്നെ പിന്നീട് വരുന്നത്. അതിന് സ്പെക്ട്രൽ സ്റ്റഡീസ് അല്ലെങ്കിൽ സ്പെക്ട്രാലിറ്റീസ് അല്ലെങ്കിൽ സ്പെക്ട്രൽ ടേൺ എന്ന് പറയുന്ന ഒരു പുതിയ ഫീൽഡ് തന്നെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് വൺ ഫ്രം ദ ഫോളോയിങ്. Bharati Mukherjee's novels display split in the diasporic subjects. Rohinton Mystery belongs to the community of Parsis that fled to India from Persia to escape Islamic persecution. Okay, Sujata Bhatt recalls home as a nostalgic memory and longs intensely for it. Farooq Donti connects Delhi and New York to discuss the diasporic experiences. Sharat Chandra in his poem In the Third Country wishes to die in India. ഇങ്ങനെ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താഴെ പറയുന്നതിൽ 5 സ്റ്റേറ്റ്മെന്റ്സുകളാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളോട് ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. A, B and D ഓൺലി അങ്ങനെയുള്ള ഓപ്ഷൻ സീക്വൻസുകളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശരിയുത്തരം ഏതാണെന്ന് നിങ്ങൾ മാർക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതിൽ കണ്ടിട്ട് ഏതെല്ലാം ശരിയാണെന്ന് തോന്നുന്നുണ്ട്? ഓക്കെ, ഏതൊക്കെയാണ് ശരി? ഭാരതി മുഖർജിയുടെ നോവൽസ് ഡിസ്പ്ലേ സ്പ്ലിറ്റ് ഇൻ ഡയസ്പോറിക് സബ്ജക്ട് ശരിയാണ്. Rohinton Mystery belongs to the community of Parsis that fled India from Persia to escape Islamic persecution. ശരിയാണ്. Sujata Bhatt recalls home as a nostalgic memory and longs intensely for it. ശരിയാണ്. So A, B and C only ആണ്. ഓപ്ഷൻ B ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം തെറ്റാണ്. അടുത്തത്, given below are 2 statements. Statement 1, Jeremy K. Jerome's 3 Men in a Boat is humorous and journalistic in form. Okay. Statement 2, it is about 3 young men and their dog on a holiday. Okay, Jeremy K. Jerome's 3 Men in a Boat എന്ന് പറയുന്ന ഒരു വർക്കിനെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. രണ്ടും സെയിം ഇതിനെ ആസ്പദമാക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹെർക്യൂറസ് എന്നാണ് പറയുന്നത് ആൻഡ് ജേർണലിസ്റ്റിക്. എനിക്ക് തോന്നുന്നു ടോർച്ചറസ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. If that's the right spelling, I think that's torturous. Torturous എന്നുള്ളതാണ് ഉദ്ദേശിച്ചതെങ്കിൽ ലൈക്ക് ഭയങ്കര പെയിൻ ഇൻഫ്ലിക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ജേർണലിസ്റ്റിക്കും ആണ്. ആൻഡ് ഇറ്റ്സ് അബൌട്ട് 3 young men and their dog on a holiday. അത് ഒരു ഡോഗിനെ കുറിച്ചും അതുപോലെ തന്നെ 3 young men ഉണ്ട്. എല്ലാവരും കൂടെ ഒരു ഹോളിഡേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹോളിഡേ വെക്കേഷൻ. They are just having an adventure for themselves. So 3 Men in a Boat എന്ന് പറയുന്ന വർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ഈ 2 ഡിസ്ക്രിപ്ഷൻസ് ആണ് ഇതിനെ കുറിച്ച് നൽകിയിരിക്കുന്നത്. ഇനി നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള കാര്യം ആണ് പറയാൻ ആവശ്യപ്പെടുന്നത്. എനിക്ക് മനസ്സിലാവുന്നത് ഹെർക്യൂറസ് ആയിരിക്കില്ല, ഹ്യൂമറസ് എന്നായിരിക്കും. This was a mock question paper and when I
ഗോട്ട് ദാറ്റ് ഹിയർ, മേ ബി സ്പെല്ലിംഗ് എറർ വന്നതാവാം. ടോർച്ചറസ് ആവാൻ സാധ്യതയില്ല, പക്ഷേ ഈ വർക്ക് ആക്ച്വലി ഹ്യൂമോറസ് ആണ്. അപ്പൊ ഹ്യൂമോറസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹ്യൂമോറസ് ആവാനേ സാധ്യതയുള്ളൂ. ഹെർത്തോറസ് എന്ന് പറയുന്ന ഒരു വാക്ക് എന്റെ അറിവിലില്ല. അപ്പൊ ഹ്യൂമോറസും ജേർണലിസ്റ്റിക് ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നത്. സോ ഇത് അവരുടെ ഒരു ബോട്ടിംഗ് ഹോളിഡേയെ കുറിച്ചാണ്. ഓക്കെ, ഏത് സ്ഥലത്താണ്? തേംസ് റിവറിലാണ്. ഫ്രം കിങ്സ്റ്റൺ അപ്പോൺ തേംസ് ടു ഓക്സ്ഫോർഡ് ആൻഡ് ബാക്ക് ടു കിങ്സ്റ്റൺ. ഇങ്ങനെയാണ് അവരുടെ ആ ഒരു ഇറ്റിനററി, അവരുടെ ആ ട്രിപ്പിന്റെ ആ ഒരു ട്രാവൽ റൂട്ട് പോകുന്നത്. ഓക്കെ, അത് ആക്ച്വലി അതൊരു ട്രാവൽ ഗൈഡ് ആവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വർക്കാണ്. പക്ഷെ പിന്നീട് ഒരുപാട് ഹ്യൂമറസ് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുകയായിരുന്നു. ഓക്കെ, സോ അത് ഒരു കോമിക് നോവലിന്റെ ഒരു ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് വർക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം ഫ്രഷ് ആൻഡ് വിറ്റി ആയിട്ടുള്ള ഫ്രഷ് എന്ന് പറയുന്ന ടൈപ്പ് സംഭവങ്ങളൊക്കെ അതിലുണ്ട്. അപ്പൊ 3 Men in a Boat ആരുടേതാണ്? ജെറമി കെ ജെറോമിന്റെ ആണ്. ഈ രണ്ട് കാര്യങ്ങളും 2 week ട്രിപ്പ് ഒക്കെയാണ് കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളും ശരിയാണ്. അതുകൊണ്ട് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ എന്താണ്? ശരിയാണോ തെറ്റാണോ? പക്ഷെ അതിനു മുമ്പ് വർഷം ഏതാണെന്ന് ശ്രദ്ധിക്കണം. 1889 ആണ്. ട്രൂ ആണോ ഫാൾസ് ആണോ? ബോത്ത് ആർ കറക്റ്റ്. രണ്ടും കറക്റ്റ് ആണ്. അപ്പോ ബോത്ത് എ ആൻഡ് ബി, അതായത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു among the following is the author of the steel glass? Author of the steel glass. സ്റ്റീൽ ഗ്ലാസിന്റെ ഓതർ ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം കുറച്ച് ആളുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദ ഏർൾ ഓഫ് സറേ, തോമസ് സാക്വില്ലൻ, പിന്നെ ജോർജ് ഗസ്കോയിൻ, പിന്നെ ആരാണ്? എഡ്മണ്ട് സ്പെൻസർ. സ്റ്റീൽ ഗ്ലാസ് എന്ന് പറയുന്ന വർക്ക് ഒരു പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ല. പക്ഷെ ആരുടേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെ വർക്ക് ആയിരിക്കും? 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് ആക്ച്വലി ജോർജ് ഗസ്കോയിന്റെ വർക്കാണ്. ജോർജ് ഗസ്കോയിൻ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റ് ആയിരുന്നു, സോൾജിയർ ആയിരുന്നു, ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോർട്ടിയർ ആയിരുന്നു. ആൻഡ് ഇദ്ദേഹത്തെ എലിസബത്തിൻ എറയിലെ വൺ ഓഫ് ദി മോസ്റ്റ് സെലിബ്രേറ്റഡ് പോയറ്റ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് എസ്പെഷ്യലി ആഫ്റ്റർ തോമസ് വയറ്റ് ആൻഡ് ഹെൻറി ഹൊവാർഡ്, ഹു ഇസ് ആക്ച്വലി ദ ഏർൾ ഓഫ് സറേ. ആൻഡ് അതിനുശേഷമാണ് പിന്നീട് ഫിലിപ്പ് സിഡ്നിയുടെ ആ ഒരു മികച്ച നല്ല കാലമൊക്കെ വരുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റീൽ ഗ്ലാസ് എന്ന് പറയുന്നത് അത്യാവശ്യം സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സറ്റയർ ആണ്. ആക്ച്വലി അതൊരു സറ്റയർ ആണ്, ഒരു ആക്ഷേപഹാസ്യമാണ്. എ സറ്റയർ ഇൻ വേഴ്സ്. 1576 ആ വർക്ക് വന്നിരിക്കുന്നത്. ആൻഡ് അതിൽ ഒരുപാട് സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരുപാട് അബ്യൂസസിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ചില കാര്യങ്ങൾ ആയിരിക്കേണ്ടത് ആൻഡ് എങ്ങനെയാണ് ദ കോമൺ ലുക്കിംഗ് ഗ്ലാസ് ഓഫേഴ്സ് ഒരു സീംലി ഷോ അത് നൽകുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ്സ് ഷോയിങ് തിങ്സ് മച്ച് ബെറ്റർ ദാൻ ദേ റിയലി ആർ. അത്തരത്തിലുള്ള ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ആ ഒരു സ്പെഷ്യസ് അഥവാ സ്പേഷ്യസ് അല്ല, സ്പെഷ്യസ് മീൻസ് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ളൊരു വർക്കാണ് ഗാസ്കോയിന്റെ സ്റ്റീൽ ഗ്ലാസ് എന്ന് പറയുന്നത്. സോ യു ഗൈസ് ഹാവ് ടു റിമെമ്പർ ദാറ്റ്. ഓക്കെ, അദ്ദേഹത്തിന് മറ്റൊരു വർക്കാണ് ഏതെന്ന് പറയുന്നത് ദ കംപ്ലൈന്റ് ഓഫ് ഫിലോമീൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വർക്കാണ്, മറ്റൊരു വർക്കാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. നമ്മൾ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മളിത് ചെയ്തു. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത സീരീസിലായിട്ട് ചെയ്യാം. ടിൽ ദെൻ പ്ലീസ് ടേക്ക് കെയർ. ഞാനിത് ബഞ്ചായിട്ട് തരുന്നത് എന്താണ്, നമുക്ക് കുറച്ചും കൂടെ പഠിക്കാൻ സൗകര്യത്തിനാണ്. സോ നമുക്ക് ബാക്കി 10 ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. Hey everyone, welcome to another session on Mega Prenet ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നമ്മൾ 20ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 15ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതായത് 100ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. സോ അത് നമ്മൾ മാക്സിമം ഒന്ന് സോൾവ് ചെയ്തെടുക്കാനുള്ള ശ്രമമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹെർമൻ ഹെസ്സെ സിദ്ധാർത്ഥ വാസ് ഒറിജിനലി റിട്ടൺ ഇൻ. ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇതിന്റെ ആൻസർ? എന്താണ്? ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, ജർമ്മൻ. ഇദ്ദേഹം ഏത് കൺട്രിയിൽ നിന്നുള്ള ആളാണെന്ന് ബേസിക്കലി എന്ന് ചിന്തിച്ചാൽ തന്നെ കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. സിദ്ധാർത്ഥ എന്ന് പറയുന്ന വർക്ക് ഹെർമൻ ഹെസ്സെ ആരാണ്, ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ തന്നെ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോ ഏതാണ് ശരി ഉത്തരം? എന്താണ്? ജർമ്മൻ ആണ്. ഫ്രഞ്ച് ആണോ, റഷ്യൻ ആണോ, ഇംഗ്ലീഷ് ആണോ, ജർമ്മൻ ആണോ? ഡെഫിനറ്റ്ലി ജർമ്മൻ ആണ്. ആൻഡ് സിദ്ധാർത്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു കംപ്ലീറ്റ് സബ്ടൈറ്റിൽ വരുന്നത് സിദ്ധാർത്ഥ ആൻഡ് ഇന്ത്യൻ നോവൽ എന്നാണ് വരുന്നത്. ജർമ്മനിൽ എഴുതിയിരിക്കുന്ന വർക്കാണ്. ഹെർമൻ ഹെസ്സയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ നമുക്ക് പറയാനുള്ളത്? ഇദ്ദേഹം ഒരു ജർമ്മൻ സ്വിസ് പോയറ്റ് ആണ്, നോവലിസ്റ്റ് ആണ്. കൂടാണ്ട് ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട
ഏതാനും ചില വർക്കുകൾ വരുന്നുണ്ട്. ലൈക്ക് സിദ്ധാർത്ഥ വരുന്നുണ്ട്, കൂടാണ്ട് ദ ഗ്ലാസ് ബീഡ് ഗെയിം വരുന്നുണ്ട്, സ്റ്റെപ്പ് ആൻഡ് വോൾഫ്, നാർസിസസ് ആൻഡ് ഗോൾമോണ്ട് വരുന്നുണ്ട്, ഡെമിയാൻ പോലുള്ള വർക്കുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെതാണ്. ആൻഡ് ഇതിൽ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഗൗതമ ബുദ്ധയുടെ ആ ഒരു സ്പിരിച്വൽ ജേർണിയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സെൽഫ് ഡിസ്കവറിയും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ആൻഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ലിറിക്കൽ സ്റ്റൈലൊക്കെ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അദ്ദേഹം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഫ്രഞ്ച് റൈറ്റർ ആയിട്ടുള്ള റൊമെയിൻ റൊളാൻഡിന് ഡെഡിക്കേറ്റ് ചെയ്യുകയും സെക്കൻഡ് പാർട്ട് വില്യം ഗുണ്ടർട്ട് അദ്ദേഹത്തിന്റെ കസിന് ഡെഡിക്കേറ്റ് ചെയ്യുകയുണ്ടായി. റൊമാൻ റോളാൻഡ് എന്ന് പറയുന്നത് മറ്റൊരു പ്രസിദ്ധനായിട്ടുള്ള ഒരു ഫ്രഞ്ച് ഡ്രമാറ്റിസ്റ്റും നോവലിസ്റ്റും ഒരു ഹിസ്റ്റോറിയനും ഒക്കെയാണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുമുണ്ട് ലിറ്ററേച്ചറിന് 1915 അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കാര്യം ഹെർമൻ ഹെസ്സയുടെ ഈ ഒരു വർക്കുമായിട്ട് സംബന്ധിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ശരി ഉത്തരം ഏതായിരുന്നു? ജർമ്മൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ഓക്കെ, 22ാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. ലിസ്റ്റ് 1 കാൾ മാർക്സ് ഉണ്ട്, ലെവി സ്ട്രോസ് ഉണ്ട്, മിഷേൽ ഫുക്കോ ഉണ്ട്, ജോൺ പോൾ സാർട്രെ ഉണ്ട്. ലിസ്റ്റ് 2 ആരൊക്കെയുണ്ട്? മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ, കൂടാണ്ട് ബീയിങ് ആൻഡ് നത്തിങ്നെസ്, ദ ജർമ്മൻ ഐഡിയോളജി, ദ എലമെന്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കിങ്ഷിപ്പ്. അപ്പോൾ നമ്മൾ അവരെയും അവരുടെ ആ ഒരു വർക്കും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. കാൾ മാർക്സ് എഴുതിയിരിക്കുന്ന വർക്ക് ഏതാണ്? അദ്ദേഹത്തിന്റെ വർക്ക് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? ദ ജർമ്മൻ ഐഡിയോളജി ആണ്. സോറി, ഓക്കെ, ജർമ്മൻ ഐഡിയോളജി ആണ്. ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അടുത്തത് അത് ഏത് വർഷമാണെന്നറിയോ? 1848 ആണ്. ഞാൻ 18 ആണ് ഉദ്ദേശിച്ചത്. 1848. ഓൾറൈറ്റ്, അടുത്തത് ലെവി സ്ട്രോസ്. ലോർഡ് ലെവി സ്ട്രോസിന്റെ വർക്ക് ഏതാണ്? ദ എലമെന്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കിങ്ഷിപ്പ് ആണ്. ദ എലമെന്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കിങ്ഷിപ്പ് അത് എവിടെയാണ് വരുന്നത്? ഇത് വർഷം ഏതാണ്? 1955 ആണ്. 1955 ഈ വർക്ക് വരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. അടുത്തത് മിഷേൽ ഫുക്കോ. മിഷേൽ ഫുക്കോയുടെ ഏത് വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്? മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ. വർഷം ഏതാണ്? 1961. ഇതിനെക്കുറിച്ച് കുറച്ച് ഡീപ്പറായിട്ട് പഠിക്കുക. പിന്നെ ജോൺ പോൾ സാർട്രയുടെ വർക്ക് പിന്നെ ഏതായിരിക്കും? ബീയിങ് ആൻഡ് നത്തിങ്നെസ്. ഓക്കെ, 1943 ഈ വർക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു അറേഞ്ച്മെന്റ് നോക്കൂ. കാൾ മാർക്സ് ജർമ്മൻ ഐഡിയോളജി, എ എന്ന് പറയുന്നത് 3 ആണ്. ലെവി സ്ട്രോസിന്റെ ഏതാണ്? എലമെന്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കിൻഷിപ്പ് ആണ്. ബി 4 ആണ് അല്ലെ? എ 3 അല്ലേ വരുന്നത്? എ 3 വരുന്നു, ബി 4 വരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലേ? ആൻഡ് മിഷേൽ ഫുക്കോയുടേത് മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ, സി 1 വരുന്നു. ജോൺ പോൾ സാർട്രയുടേത് എന്തായിരുന്നു? ബീയിങ് ആൻഡ് നത്തിങ്നെസ്, ഡി 2 വരുന്നു. എ എന്ന് പറയുന്നത് കാൾ മാർക്സിന്റേത് ജർമ്മൻ ഐഡിയോളജി 3 ആണ്. യെസ്, ബി എന്ന് പറയുന്നത് ലെവി സ്ട്രോസിന്റേത് ദ എലമെന്ററി സ്ട്രക്ചർ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതാണ് റൈറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ശ്രദ്ധിക്കാം. ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, ഓപ്ഷനിലുള്ള ഒരു കറക്ഷൻസ് ആണ്, പക്ഷെ പ്രത്യേകം ഇത് നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസുകളൊന്ന് ശ്രദ്ധിക്കുക. അനോട്ടേറ്റ് ചെയ്തത് ഒരുപാട് വായിക്കാനുണ്ട്. അടുത്തത് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. സ്റ്റേറ്റ്മെന്റ് 1, the term negative capability was coined by John Keats. ശരിയാണോ അല്ലയോ? സ്റ്റേറ്റ്മെന്റ് 2, while analyzing the term dissociation of sensibility, എന്താ പറയുന്നത്? T.S. Eliot proclaims that Hamlet is an artistic failure. In light of the above statements, choose the correct answer from the options below. സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയുന്നത് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ആര് കോയിൻ ചെയ്തിരിക്കുന്നതാണ്? ജോൺ കീറ്റ്സ് കോയിൻ ചെയ്തിരിക്കുന്നതാണ്. രണ്ടാമത്തത് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടേം അനലൈസ് ചെയ്യുന്ന സമയത്ത് ടി എസ് എലൈറ്റ് പറയുന്നത് എന്താണ്? ഹാംലെറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിക് ഫെയിലിയർ ആണ്. ഇപ്പൊ ഇത് നോക്കൂ, ഇതിൽ ഏതാണ് ശരി? അല്ലെങ്കിൽ ഇതിൽ ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നത് പ്രകാരമായിട്ട് താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതായത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ എന്നാണോ? സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ് എന്നാണോ? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ് എന്നാണോ? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ എന്നാണോ? ഒന്നാമത്തെ ശരിയാണ്. നെഗറ്റീവ് കേപ്പബിലിറ്റി കോയിൻ ചെയ്തിരിക്കുന്നത് ആരാണ്? ഡെഫിനറ്റ്ലി നമ്മുടെ ജോൺ കീറ്റ്സ് തന്നെയാണ്, ഒരു ഡൗട്ടും വേണ്ട. പക്ഷേ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി അനലൈസ് ചെയ്യുന്ന സമയത്താണോ ഹാംലെറ്റ് ഒരു ആർട്ടിസ്റ്റിക് ഫെയിലിയർ ആണെന്ന് ടി എസ് എലൈറ്റ് പറഞ്ഞിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവാ അല്ലെ? ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിനെ കുറിച്ചല്ല ഇത് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഡിസോസിയേഷണൽ സെൻസിബിലിറ്റി അല്ല, ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. അപ്പം സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ എൻ്റെ അനോട്ടേഷൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 24ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഈ ഒരു കോമ്പിനേഷനിൽ ഏതാണ് ശരി എന്നാണ്, ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ജോർജ് ലാമിന്റേത് ബാർബഡോസ്, ബെൻ ഓക്രി നൈജീരിയ, ഫ്രെഡ് ഡി അഗ്വാർ ഓസ്ട്രേലിയ, വിൽസൺ ഹാരിസ് ഗുയാന, സുൽഫിക്കർ ഗോസ് ഇന്ത്യ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഓഥറിന്റെ അല്ലെങ്കിൽ റൈറ്ററിന്റെ സ്വന്തം രാജ്യം, അവരുടെ കൺട്രി ഓഫ് ഒറിജിൻ ഇമ്പോർട്ടന്റ് ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ചിലപ്പോൾ അവരുടെ ജനന വർഷം വരെ ചോദിച്ചിട്ടുണ്ട്, അവർ വർക്ക് ചെയ്ത യൂണിവേഴ്സിറ്റി നെയിം വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് പണ്ടൊക്കെ അല്ലെങ്കിൽ ഒരു പരിധി വരെ ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, വർക്കിനാണ് പ്രാധാന്യം എന്ന് പറയുന്ന ആ ഒരു ചിന്ത നമ്മൾ മാറ്റി വയ്ക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. സോ കണ്ടോ, 5 ഓപ്ഷൻസ് കാണുന്നുണ്ട്. ജോർജ് ലാമി ബാർബഡോസ് ആണ്, ബെൻ ഓക്രി നൈജീരിയ ആണ്, ഫ്രെഡ്രി അഗ്വർ ഓസ്ട്രേലിയ ആണോ? അല്ല, ബ്രിട്ടൻ ആണ്. അദ്ദേഹം ഏത് കൺട്രിയിൽ നിന്നാണ് വരുന്നത്? സോറി, അദ്ദേഹം ഏത് കൺട്രിയിൽ നിന്നാണ് വരുന്നത്? അദ്ദേഹത്തിന്റെ പ്ലേസ് ബ്രിട്ടൻ ആണ്. വിൽസൺ ഹാരിസ് ഗുയാനയിൽ നിന്നാണ്. സുൽഫിക്കർ ഗോസ് ഇന്ത്യക്കാരനാണോ? നോ, ഹീസ് ഫ്രം പാകിസ്ഥാൻ. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? ജോർജ് ലാമി, എ, ബി ആൻഡ് ഡി ശരിയാണ്. അപ്പം എ, ബി ആൻഡ് ഡി ഓൺലി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നമ്മളത് ക്ലിയർ ചെയ്തു. ഓക്കെ, അടുത്തത് നോക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ബ്രിക്കലേജ്, ഡാസീൻ, പാരഫ്രേസസ്, പോളിഫണി, പിന്നെ മാർട്ടിൻ ഹെയ്ഡിഗർ, സിഗ്മണ്ട് ഫ്രോയിഡ്, ലെവി സ്ട്രോസ്, മിഖായൽ ബഖ്തിൻ. ഇവിടെ കുറച്ച് ഫ്രേസസ് നൽകിയിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോയിൻ ചെയ്തിട്ടുള്ള ആളുകളൊക്കെയാണ് ഇവിടെ നമ്മൾ മാച്ച് ചെയ്യാൻ പറഞ്ഞത്, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ. അപ്പൊ ബ്രിക്കലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാര് കോയിൻ ചെയ്തിട്ടുള്ള ടേം ആണ്? ലെവി സ്ട്രോസ് കോയിൻ ചെയ്തിട്ടുള്ള ടേം ആണ്. ബ്രിക്കലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് സ്കിൽ ഓഫ് യൂസിങ്, നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് യൂസ് ചെയ്തുകൊണ്ട് പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ബ്രിക്കലേജ് എന്ന് പറയുന്നത്. കയ്യിലുള്ള ടാലന്റ്, കയ്യിലുള്ള സംഭവം യൂസ് ചെയ്തുകൊണ്ട് പുതുതായിട്ട് എന്തെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ബ്രിക്കലേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെവി സ്ട്രോസ് ആണ് ഇതിന്റെ ആളെന്ന് പറയുന്നത്. അടുത്തത് ഡാസീൻ. അത് ആരുടേതാണ്? മാർട്ടിൻ ഹെയ്ഡിഗറിന്റെ ഒരു അദ്ദേഹം കോയിൻ ചെയ്തതാണ്. പാരപ്രാക്സിസ് അത് ഫ്രൂയിഡിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ സ്ലിപ്പ് ഓഫ് ദ ടങ് അല്ലെങ്കിൽ മെമ്മറിയാണ് പാരപ്രാക്സിസ് എന്ന് പറയുന്നത്. പോളിഫണി ആരുടേതാണ്? അദ്ദേഹം പോളിഫണി എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റിൽ ഉണ്ടാവുന്ന, സോറി, മിഖായൽ ബഖ്തിനെയാണ് ഞാൻ തിരയുന്നത്. ഒരു ടെക്സ്റ്റിൽ ഉണ്ടാവുന്ന ഒരുപാട് മൾട്ടിപ്പിൾ വോയിസസിനെയാണ് പോളിഫണി ആയിട്ട് മിഖായൽ ബഖ്തിൻ പറയുന്നത്. അപ്പൊ റൈറ്റ് കോമ്പിനേഷൻ എന്താ? A3 അല്ലെ? ബ്രിക്കലേജ് സ്ട്രോസിന്റെ ആണ്. ഡാസീൻ ആരുടേതാണ്? ഹെയ്ഡിഗറിന്റെയാണ്. B1, A4, B1, പിന്നെ സി പാരപ്രാക്സിസ്, സിഗ്മണ്ട് ഫ്രോയിഡ്, C2 ആണ് അല്ലെ? പിന്നെ പോളിഫണി D4, അതെവിടെ വരുന്നത്? അങ്ങനെ ഒരാളെ ഇവിടെ കാണാനല്ലേ? ബ്രിക്കലേജ് എന്ന് പറയുന്നത് ലെവി സ്ട്രോസിൻ്റെത്. അപ്പം A3 ആയിരുന്നു. B1 ആയിരുന്നു, കറക്റ്റ് ആണ്. സി പാരപ്രാക്സിസ്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. C2 ആണ്. D4 ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആളെ കിട്ടി. ഇവിടെയുണ്ട്. കിട്ടിയല്ലോ. ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ സോൾവ് ചെയ്തു. പിന്നെ ഓരോ ടോപ്പിക്കിലേക്കും ഡീപ്പറായിട്ട് ഡെൽവ് ചെയ്ത് ഇറങ്ങുമ്പോഴേക്ക് നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ടൈം ഫോക്കസ്ഡ് ആയിട്ട് പോവാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് പേയേഴ്സ്. കാളിദാസ, അമോഘ് വർഷ, ഭാവഭൂതി, ഉത്തരരാംചരിത, ഭാസ, ഊരുഭംഗയാണ് ഉദ്ദേശിക്കുന്നത്. രാജശേഖര, രാജതരംഗിണി, സോമവേദ, കഥാസരിത് സാഗര. ഓക്കെ, അപ്പോ നിങ്ങൾ കറക്റ്റ് പേഴ്സിന് മാച്ച് ചെയ്യുക. ഭാവഭൂതി ആരുടേതാണ്? അല്ല, ഭാവഭൂതി അദ്ദേഹത്തിന്റെ വർക്ക് ഏതാണ്? ഉത്തരരാമചരിതയാണ്. ഭാവഭൂതിയുടേത് ഉത്തരരാമചരിതയാണ്. ഭാസയുടേത് ഊരുഭംഗയാണ്. സോമദേവയുടേത് കഥാസരിത് സാഗരയാണ്. ബാക്കിയൊക്കെ എന്താണ്? ചെറിയ പ്രശ്നമുണ്ടല്ലോ. കാളിദാസൻ ആരാ നിങ്ങൾക്കറിയാലോ? കാളിദാസനെ അറിയാത്ത ഇന്ത്യൻസ് ഉണ്ടാവില്ല എന്ന് പറയാം. അദ്ദേഹമാണ് ഒരുപാട് ക്ലാസിക് ആയിട്ടുള്ള വർക്ക്സുകളൊക്കെ ഓതർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പല വർക്ക്സുകളും രാമായണം, മഹാഭാരതവും പുരാണമൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള വർക്കുകളാണ്. അദ്ദേഹമാണ് കാളിദാസന്റെ ശാകുന്തളം, നിങ്ങൾക്കറിയാലോ. അദ്ദേഹത്തിന്റെ മേഘദൂത, രഘുവംശ, കുമാരസംഭവം, ഇതൊക്കെ കാളിദാസന്റേതാണ്. അമോഘവർഷം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പോയറ്റും സ്കോളറുമാണ്. അദ്ദേഹം
കവി രാജമാർഗ എന്ന് പറയുന്ന ഒരു ഏർലിയസ്റ്റ് കന്നഡയിലുള്ള ഒരു എക്സ്റ്റന്റ് വർക്ക് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ രാജശേഖരൻ ആരാണ്? അദ്ദേഹം ഒരു സാൻസ്ക്രിത് പോയറ്റ് ആണ്. അദ്ദേഹം ഗുർജര പ്രതിഹാരാസ് എന്ന് പറയുന്ന ആ ഒരു രാജാവിന്റെ കോഡ് പോയറ്റ് ആയിരുന്നു. രാജതരംഗിണി എന്ന് പറയുന്നത് എന്താണ്? കൽഹാനയുടെ ഒരു പുസ്തകമാണ്. അത് കാശ്മീരിനെ കുറിച്ചുള്ള ഒരു ഏർലിയസ്റ്റ് സോഴ്സ് ആണ്. സോ ഈ 3 ഓപ്ഷൻസ് ഒഴികെ ബാക്കിയെല്ലാം തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഭാവഭൂതിയും ഭാസനും സോമദേവന്റെയും ആ ഒരു പേരാണ് കറക്റ്റ്. അതായത് ബി സി ആൻഡ് ഇ ഓൺലി ആണ് ശരി ഉത്തരം. അതായത് മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. The concept of eugenics finds its illustration predominantly in the writings of John Osborne, George Bernard Shaw, Eugene O'Neill, Harold Pinter, Arthur Miller. യൂജനിക്സ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അതെന്താണ്? അതൊരു സോഷ്യൽ ആൻഡ് സയന്റിഫിക് മൂവ്മെന്റ് ആണ്. 19th and 20th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഇത് പ്രകാരമായിട്ട് there is this goal of improving genetic quality of human population. ഹ്യൂമൻ പോപ്പുലേഷന്റെ ഒരു ജനറ്റിക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സോ ഈ യൂജനിക്സ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അതിന്റെ ഒരു ഉദാഹരണ സഹിതം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആരുടെ റൈറ്റിംഗ്സിലാണ് വരുന്നത്? ജോൺ ഓസ്ബോൺ, ജോർജ് ബെർണാഡ് ഷോ, യുജീൻ ഓനിയൽ, ഹാരോൾഡ് പിന്റർ ആൻഡ് ആർതർ മില്ലർ. കുറച്ച് ആളുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആരൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്? ആരുടെയൊക്കെ വർക്കിലാണ് വരുന്നത്? ഈ യൂജനിക്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ നമ്മളെല്ലാവരും ഒരു ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. സോ നമുക്ക് ആവശ്യമുള്ള സാധനം അതിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആവശ്യമില്ലാത്ത സാധനം കളഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയുടെ ഹെൽത്ത് ഇന്റലിജൻസും ഫിസിക്കൽ വെൽബീങ്ങും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ മൊറാലിറ്റിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഹ്യൂമൻ ബ്രീഡിംഗ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് നമുക്ക് എന്താ പറയുക, അത് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ദാറ്റ്സ് നോട്ട് ഹൗ ഗോഡ് ക്രിയേറ്റഡ് അസ് എന്നുള്ളൊരു കാര്യത്തെ പിന്താങ്ങുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട കോഴിക്കുഞ്ഞുങ്ങളെ കളർ കോഴിക്കുഞ്ഞുങ്ങളായിട്ട് ഇഷ്ടമുള്ള കളറിൽ നമ്മൾ വിരിച്ചെടുക്കുന്നത് പോലെ ഹ്യൂമൻസിനെയും ഡിസൈറബിൾ ക്വാളിറ്റീസോട് കൂടിയും അൺഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഒഴിവാക്കിക്കൊണ്ടും നമ്മൾ ബ്രീഡ് ചെയ്തെടുക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ജനറ്റിക് ക്വാളിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹ്യൂമൻ പോപ്പുലേഷന്റെ ഇംപ്രൂവ്മെന്റ് ആണ്, ഡെവലപ്മെന്റ് ആണ് യൂജനിക്സ് എന്ന് പറയുന്നത്. അത് വന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് H.G. വെൽസ് ആണ്. അദ്ദേഹത്തിന്റെ ഐലൻഡ് ഓഫ് ഡോക്ടർ മോറിയോയിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാർ ഓഫ് ദ വേൾഡ്, അതിലൊക്കെ ഇദ്ദേഹത്തിന്റെ ആ ഒരു യൂജനിക് ഐഡിയാസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ യുജീൻ ഓനിയലിന്റെ വർക്ക്സുകളിലും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് യുജീൻ ഓനിയൽ മാത്രമല്ല, ജോർജ് ബെർണാഡ് ഷോയും കൂടെ ഉണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു ഐറിഷ് പ്ലേ റൈറ്റ്സ് ആയിരുന്നു, പോളമിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ചില വർക്കുകളും ഈ യൂജനിക്സും അതുപോലെ തന്നെ അത്തരത്തിലുള്ള റിഫോംസുകളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വാക്സിനേഷൻ ഓപ്പോസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഓർഗനൈസ്ഡ് റിലീജിയനെതിരെ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. സോ യുജീൻ ഓനിയലിന്റെ വർക്കുകളിലും ഈ യൂജനിക്സ് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്ലേ ആയിട്ടുള്ള ബിയോണ്ട് ദ ഹൊറൈസണിലൊക്കെ ഈ വർക്കിലൂടെ വളരെ എവിഡന്റ് ആണ്. നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള എൻവയോൺമെന്റൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഫോഴ്സസിനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു അത്. കൂടാണ്ട് അദ്ദേഹത്തിന്റെ സ്ട്രേഞ്ച് ഇന്റർലൂഡിലും ഈ ഒരു യൂജനിക്സിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ബോഡി റീകോൺഫിഗറേഷൻ ഒക്കെ നടത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പോർട്രയിൽ അദ്ദേഹത്തിന്റെ സ്ട്രേഞ്ച് ഇന്റർലൂഡിലും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 ആണ് ബി ആൻഡ് സി. ജോർജ് ബെർണാഡ് ഷോയും യുജീൻ ഓനേലും ആണ്. ഓക്കെ, അടുത്തത്. Who among the following refers to high seriousness as a quality of a great poet and quotes John Milton to prove the same? താഴെ പറയുന്നവയിൽ ആരാണ് ഹൈ സീരിയസ്നെസ്സിനെ ഒരു ഗ്രേറ്റ് ക്വാളിറ്റി ആയിട്ട് പറയുന്നതും കൂടാണ്ട് ജോൺ മിൽട്ടനെ വെച്ച് കോട്ട് ചെയ്തുകൊണ്ട് ഇതൊരു ഹൈ സീരിയസ്നെസ് എന്ന് പറയുന്ന ഗ്രേറ്റ് ക്വാളിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആരാണ്? കുറച്ച് ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. T.S. Eliot, Ezra Pound, Matthew Arnold, I.R. Richards, G.M. Hopkins. ഹൈ സീരിയസ്നെസ് എന്ന് പറഞ്ഞപ്പോഴേക്ക് നിങ്ങളുടെ മനസ്സിൽ മാത്യു ആർണോൾഡ് വന്നു. മാത്യു ആർണോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഹൈ സീരിയസ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആക്ച്വലി ക്വാളിറ്റി ഓഫ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. അതിനർത്ഥം എന്താണ്? വി ആർ ആക്ച്വലി ക്യാരക്ടറൈസ്ഡ് ബൈ എ സോർട്ട് ഓഫ് മോറൽ ആൻഡ് ഇന്റലക്ച്വൽ സീരിയസ്നെസ്. നമുക്ക് സ്വന്തമായിട്ട് ഒരു മോറൽ ആൻഡ് ഇന്റലക്ച്വൽ സീരിയസ്നെസ് ഉണ്ട്, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ടു ട്രൂത്ത് ആൻഡ് റീസൺ ആൻഡ് എ കൺസേൺ ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് സൊസൈറ്റി ഫ്രം our preface to Paradise. There is this concern for improvement of society. And അദ്ദേഹം അതിന് വേണ്ടിയിട്ട് മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കോട്ട് ചെയ്യുന്നുണ്ട്. സോ അവിടെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റഡി ഓഫ് പോയട്രിയിൽ, മിൽട്ടന്റെ സ്റ്റഡി ഓഫ് പോയട്രിയിൽ അതിലെ പ്രിഫസിൽ അദ്ദേഹം ആ ഒരു ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ആൻഡ് അത് ജസ്റ്റ് നമ്മുടെ സെൻസസിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ബട്ട് റാദർ ദാൻ വി ആർ ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് എ മെസ്സേജ് ഓർ ഐഡിയ. സോ ദർ ഈസ് ദിസ് ഹ്യൂമൻ ക്വാളിറ്റി ഓഫ് ഇന്റലക്ച്വൽ സീരിയസ്നെസ് ബീങ് സെലിബ്രേറ്റഡ് എന്നുള്ള ഒരു തരത്തിൽ ഇതിനെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാത്യു ആർണോൾഡ് ഈസ് എ മാൻ ഓഫ് ഹൈ ഇമ്പോർട്ടൻസ് റൈറ്റ് ഹിയർ. രണ്ടാമതായിട്ട് വരുന്ന വ്യക്തി ആരാണ്? രണ്ടാമതായിട്ട് ഇതിന്റെ കൂടെ മെൻഷൻ ചെയ്യുന്നത് ആരുമില്ല, മാത്യുവിനോട് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി ഓൺലി, അതായത് മാത്യുവിനോട് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ സി മാത്രമുണ്ട്. അപ്പൊ നമ്മളത് അവിടെ മെൻഷൻ ചെയ്തു, അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം സ്റ്റഡി ഓഫ് പോയട്രിയിലാണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 1880 ഈ ഒരു വർക്ക് വരുന്നത്. ആൻഡ് ഇത് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്രാൻഡ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു സീരിയസ് ട്രീറ്റ്മെന്റ് ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സംഭവമാണ്. സോ ഇദ്ദേഹം അതിൽ പറയുന്ന ഒരു പ്രത്യേക ലൈൻ ഉണ്ട്, അത് നിങ്ങൾ പ്രത്യേകം അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ദ സബ്സ്റ്റൻസ് ആൻഡ് മാറ്റർ ഓഫ് ദ ബെസ്റ്റ് പോയട്രി അക്വയർ ദർ സ്പെഷ്യൽ ക്യാരക്ടർ ഫ്രം പോസസിങ് ഇൻ ആൻ എമിനന്റ് ഡിഗ്രി ട്രൂത്ത് ആൻഡ് സീരിയസ്നെസ്. പിന്നെ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ജോൺ മിൽട്ടന്റെ വരികളും എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് വരി എന്നറിയോ? നോർ തൈ ലൈഫ് നോർ ഹെയ്റ്റ് ബട്ട് വാട്ട് thou livest live well, how long or short permit to heaven. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോയട്രി നമ്മൾ ഡീൽ ചെയ്യേണ്ടത് ഐഡിയാസ് വെച്ചിട്ടാണ്, ഫാക്ടുകൾ വെച്ചിട്ടല്ല. അപ്പൊ ഐഡിയാസ് മോറൽ ആയിരിക്കണം. അപ്പൊ മൊറാലിറ്റി ഒരിക്കലും നാരോ സെൻസിൽ നമ്മൾ എടുക്കാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ പോയട്രി ഓഫ് റിവോൾട്ട് അഗെയിൻസ്റ്റ് ലൈഫ്, എ പോയട്രി ഓഫ് ഇൻഡിഫറൻസ് ടുവാർഡ്സ് മോറൽ ഐഡിയാസ്, എ പോയട്രി ഓഫ് ഇൻഡിഫറൻസ് ടുവാർഡ്സ് ലൈഫ് എന്നൊക്കെ ഇദ്ദേഹം അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോട്ടീസ് ചെയ്യാം. അപ്പൊ ഓപ്ഷൻ സി ഓൺലി, ദാറ്റ്സ് ദ റൈറ്റ് വൺ. ഓക്കെ, അടുത്തത് ഐഡന്റിഫൈ ദ ഫിലിം ഓർ ഫിലിംസ് ദാറ്റ് വർ ബേസ്ഡ് ഓൺ ബുക്കർ വിന്നിംഗ് നോവൽസ്. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ നമ്മൾ ബുക്കർ വിന്നിംഗ് നോവൽസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഫിലിമുകൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ പുസ്തകം മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ ഫിലിം അഡാപ്റ്റേഷൻ കൂടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് താഴെ പറഞ്ഞിരിക്കുന്ന ഫിലിംസ്? ഏതൊക്കെ? ലൈഫ് ഓഫ് പൈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കൂടാണ്ട് ദ റിമൈൻസ് ഓഫ് ദ ഡേ, മിൽക്ക്മാൻ, ദ സെൽ ഔട്ട്, ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് ഫിലിം വേർഷൻസ് എന്ന് പറയാൻ? ലൈഫ് ഓഫ് പൈ വന്നിട്ടുണ്ട്, യാൻ മാർട്ടലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2001 ആയിരുന്നു അതിന്റെ ഒരു ബുക്ക് വരുന്നത്. ഐഡന്റിഫൈ ദ ഫിലിംസ് ദാറ്റ് വർ ബേസ്ഡ് ഓൺ ബുക്കർ വിന്നിംഗ് നോവൽസ്. ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ദ റിമൈൻസ് ഓഫ് ദ ഡേ 1989 കാസോ ഇഷിഗിരിയുടെയാണ്. മിൽക്ക്മാൻ ആന ബേൺസിന്റെയാണ്. സെലോട്ട് പോൾ ബേറ്റിയുടെയാണ്. ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് ആരുടേതാണ്? കിരൺ ദേശായിയുടേതാണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നതിൽ താഴെ തന്നിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദ ഫിലിം ഓർ ഫിലിംസ് ദാറ്റ് വർ ബേസ്ഡ് ഓൺ ദ ബുക്കർ പ്രൈസ് വിന്നിംഗ് നോവൽസ്. അപ്പോൾ ഇതിൽ ലൈഫ് ഓഫ് പൈയെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഹൗ അബൌട്ട് അതേഴ്സ്? മറ്റുള്ള ഏതെല്ലാം വർക്കിലാണ് ഫിലിം അഡാപ്റ്റേഷൻ വന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്തൊക്കെയാണ്? ലൈഫ് ഓഫ് പൈ, ഡെഫിനറ്റ്ലി ലൈഫ് ഓഫ് പൈനെ ബേസ് ചെയ്തുകൊണ്ട് യാൻ മാർട്ടലിന്റെ 2001 നോവലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സുരാജ് ഷാമയൊക്കെ വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ തബു, അതുപോലെ തന്നെ ഇർഫാൻ ഖാൻ, റാഫേസ് പാൾ പോലുള്ള ആളുകളൊക്കെ വെച്ചുകൊണ്ട് ഒരു സിനിമ വന്നിട്ടുണ്ട്. അതിൽ പായ് അല്ലെങ്കിൽ പിസൈൻ മോളിറ്റർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ബോയ് ഫ്രം പോണ്ടിച്ചേരിയെ ഇതിൽ ഫീച്ചർ ചെയ്യുന്നുണ്ട്. മറ്റൊരു വർക്കാണ് ദ റിമൈൻസ് ഓഫ് ദ ഡേ. അത് 1993 ഒരു ഡ്രാമ ഫിലിം ആണ്. അത് 1988 നോവലായിട്ടുള്ള കാസോ ഇഷിഗുരിന്റെ ദ റിമൈൻസ് ഓഫ് ദ ഡേ എന്ന് പറയുന്ന വർക്കിൽ നിന്നുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ്. അത് ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജെയിംസ് ഐവറി ആണ്. ആൻഡ് അതിലെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റീവൻസ് ആണ്. അദ്ദേഹം ഹി ഈസ് ആക്ച്വലി എ ബട്ട്ലർ വിത്ത് എ ലോങ് റെക്കോർഡ് ഓഫ് സർവീസ് അറ്റ് ഡാർലിംഗ്ടൺ ഹാൾ ആൻഡ് വിച്ച് ഇസ് എ സ്റ്റേറ്റ്ലി ഹോം നിയർ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ട്. പിന്നെ മിൽക്ക്മാൻ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ആന ബേൺസിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ സൈക്കോളജിക്കൽ നോവലാണ്. പിന്നെ സെല്ലൗട്ട് എന്ന് പറയുന്നത് പോൾ ബേറ്റിയുടെ ഒരു നോവലാണ്. ആൻഡ് ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന് പറയുന്നത് കിരൺ ദേശായിയുടെ വർക്കാണ്. അത് 2006 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അറിയാം. സോ ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ദ റിമൈൻസ് ഓഫ് ദ ഡേയും പിന്നെ ലൈഫ് ഓഫ് പൈയും. എ ആൻഡ് ബി ഓൺലി. ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാം. Which of the following is not a kind of sign as suggested by Charles സാൻഡേഴ്സ് പിയേഴ്സ്? താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ചാൾസ് സാൻഡേഴ്സ് പിയേഴ്സ് സജസ്റ്റ് ചെയ്തതുപോലെ ഒരു പ്രോപ്പർ സൈൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്തത് ഏതാണെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഐക്കൺ ഒന്ന്, ഇൻഡെക്സ് അടുത്തത്, സിമ്പിൾ അടുത്തത്, വിഷ്വൽ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഐക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐക്കൺ എന്ന് പറഞ്ഞാൽ it resembles, it signified, for example, like drawing my picture or image or map.
അതായത് ഐക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ സിഗ്നിഫൈഡ് എന്താണോ അതിനെ റിസംബിൾ ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങൾ അതിന്റെ ചിത്രം വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഇമേജ് വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു മാപ്പ് വരയ്ക്കുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു എന്തിനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഭവത്തെ അതുപോലെയുള്ള അതിനെ റിസംബിൾ ചെയ്യും ഐക്കൺ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഫോറസ്റ്റ് എവിടെയുണ്ട്, ഫോറസ്റ്റ് എവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഫോറസ്റ്റിന്റെ ചിത്രം അവിടെ വരച്ചു വെക്കുന്നു. ദാറ്റ്സ് ഐക്കൺ. ഇൻഡെക്സിക്കൽ അല്ലെങ്കിൽ ഇൻഡെക്സ്, അതെന്താണ്? ഇറ്റ്സ് ആക്ച്വലി എൻ എക്സിസ്റ്റൻഷ്യൽ ലിങ്ക് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് റെഫേർഡ് സൈൻ. ഓക്കെ, അതായത് നമ്മൾ ഫയർ ഉണ്ടെന്ന് കാണിക്കാൻ നമ്മൾ സ്മോക്ക് കൊടുക്കുന്നു. സ്മോക്ക് ഉണ്ട്, അതിനർത്ഥം അവിടെ ഫയർ ഉണ്ട്. ഫുട് പ്രിന്റ്സ് എന്ന് പറഞ്ഞാൽ അതൊരാൾ അവിടെ കാണിക്കുന്നു, അല്ലെ? അപ്പൊ ചില എക്സിസ്റ്റൻഷ്യൽ ലിങ്കും സിഗ്നിഫയറും തമ്മിലുള്ള ഒരു കാര്യമാണ്. സിംബോളിക് അല്ലെങ്കിൽ സിമ്പിൾ എന്നുള്ളത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ആർബിട്രറി ലിങ്കിങ് ആണ് ത്രൂ സോഷ്യൽ ഓർ കൾച്ചറൽ കൺവെൻഷൻ. ജസ്റ്റ് ലൈക്ക് ഡോഗിന്റെ ചെയിനും ഡോഗിന്റെ ചെയിൻ എന്തിനെ കാണിക്കുന്നു? ഒരു പ്രസൻസ് ഓഫ് ഡോഗിനെ. ചപ്പൽസ് എന്തിനെ കാണിക്കുന്നു? ആളെ കാണിക്കുന്നു. അതൊരു ആർബിട്രറി തിങ്കിങ് ആണ്. നമ്മുടെ ആ സൊസൈറ്റിയെയും കൾച്ചറിന്റെയും കൺവെൻഷൻ, നമ്മുടെ ആ രീതികൾ അനുസരിച്ച് ചില അനുമാനങ്ങൾ നമ്മൾ എടുക്കുകയാണ്. ഡോഗിന്റെ ചെയിൻസ് നമ്മൾ സാധാരണ അവർ ചെയിൻ ഇട്ട് നടക്കാറുള്ളത് കൊണ്ടാണ് നമുക്ക് മനസ്സിലായത് അത് ഡോഗാണെന്ന്, അത് ഡോഗിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ലൈക്ക് എന്തെങ്കിലും ഒരു കൾച്ചറൽ പ്രാക്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നാണ് അതിൽ വരുന്നത്. അതിൽ പെടാത്തത് എന്താണ്? വിഷ്വൽ ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് ഏതാണ്? വിഷ്വൽ മാത്രമാണ്. സോ ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. അതുകൊണ്ട് ഇതാണ്. അടുത്തത്, which witty English playwright wrote works like Hay Fever, The Vortex, Fallen Angels and Bittersweet? താഴെ പറയുന്നവയിൽ ഏത് ഇംഗ്ലീഷ് വിറ്റി ഇന്റലിജന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്ലേറൈറ്റ് ആണ് ഹേ ഫീവർ, വോർട്ടസ്, ഫോളൻ ഏഞ്ചൽ പോലെയുള്ള, ബിറ്റർ സ്വീറ്റ് പോലെയുള്ള വർക്കുകളൊക്കെ ആരാ എഴുതിയിരിക്കുന്നതെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. നോയൽ കവാർഡ്, ടെറൻസ് റാത്തിഗൻ, ഷെലക് ഡിലാനി ആൻഡ് ജോൺ ഓസ്ബോൺ. ശരി ഉത്തരം ഏതാണ്? നിങ്ങളൊന്ന് വായിച്ച് ഒന്ന് നോക്കൂ. നോയൽ കവാർഡ് ആരാണ്? ഒരു ഇംഗ്ലീഷ് കോമിക് റൈറ്റർ ആണ് ആൻഡ് ഡ്രോയിങ് റൂം കോമഡിയുടെ ഒരു പയനിയർ ആണ് നോയൽ കവാർഡ് എന്ന് പറയുന്നത്. വോർട്ടെക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ സക്സസ് ആണ്, പക്ഷേ അതിലൊരു നിംഫോമാനിയാക്ക് ആയിട്ടുള്ള ഒരു ഹീറോയിൻ ഉണ്ട്. ആൻഡ് അവരുടെ സൺ എന്ന് പറയുന്നത് കുറച്ച് ഹോമോസെക്ഷൽ ആണ്, ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ഹെയ് ഫീവർ എന്ന് പറയുന്നത് 1924 വന്ന മറ്റൊരു വർക്കാണ്. അവിടെ കുറച്ച് എക്സെൻട്രിക് മെമ്പേഴ്സ് ഉള്ള ഒരു ബ്ലിസ് ഫാമിലി ആണ് അവിടെ ഉള്ളത്. സോ ദേ ആർ ആക്ച്വലി ending up in a situation where they are forcing their guests to leave the house. And Fallen Angels എന്ന് പറയുന്ന വർക്കിലാണെങ്കിൽ അപ്പർ ക്ലാസസിന്റെ ഹിപ്പോക്രസീസ് എല്ലാം റിവീൽ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് കേസ് ആണ് വരുന്നത്. ബിറ്റർ സ്വീറ്റിലാണെങ്കിൽ ലേറ്റ് 19th സെഞ്ചുറിയിലാണ് വരുന്നത്. ഇറ്റ്സ് ആക്ച്വലി സെറ്റ് ഇൻ ഓസ്ട്രിയ ഹംഗറി. സോ ഇദ്ദേഹത്തിന്റെ വർക്കാണ്, നോയൽ കവാർഡിന്റെ വർക്കാണ് ഹേ ഫീവർ, വോർട്ടെക്സ്, ഫോളൻ ഏഞ്ചൽസ്, ബിറ്റർ സ്വീറ്റ് പോലെയുള്ള വർക്കുകളൊക്കെ. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. അടുത്തത്, who of the following playwrights express exhaustion of post-war world with a play on the medieval witch hunts? താഴെ പറയുന്നവയിൽ ആരാണ് പോസ്റ്റ് വേൾഡ് വാർ വേൾഡിനെ അവരുടെ ആ ഒരു എക്സോഷൻ, ആ ഒരു ടയർഡ്നെസ് ഒരു പ്ലേ വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത്? ലൈക്ക് ആ പ്ലേ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു? മിഡീവൽ വിച്ച് ഹണ്ട്സിനെ വെച്ചിട്ട്. ആരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ജോൺ ഓസ്ബോൺ, എഡ്വേർഡ് ബോൺ, ആർനർ ബസ്കർ, ക്രിസ്റ്റഫർ ഫ്രൈ. ഓക്കെ, ശരി ഉത്തരം എന്താണ്? ക്രിസ്റ്റഫർ ഫ്രൈ ആണ്. ഓക്കെ, ക്രിസ്റ്റഫർ ഫ്രൈ ആണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ലേഡീസ് നോട്ട് ഫോർ ബേണിംഗ് എന്ന് പറയുന്ന വർക്കിലാണ് ഏർലി മോഡേൺ ഇംഗ്ലണ്ടിലെ വിച്ച് ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം സുപ്രധാനപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ബിലീഫ്സുകളെ പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതും അതിനെ ഒന്ന് അന്വേഷിക്കുന്നതും അതിനെ പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതും ഈ വർക്കിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വാട്ട് ഡസ് ഈസ് കോക്കർ മീൻ ഇൻ എലിയറ്റ്സ് പോം ഓഫ് ദാറ്റ് ടൈറ്റിൽ? എലിയറ്റിന്റെ ഒരു പോം ആണ് ഈസ് കോക്കർ. അതിന്റെ ഉദ്ദേശം എന്താണ്? എ പ്രൊഫഷൻ, എ നോട്ടിക്കൽ ഇൻസ്ട്രുമെന്റ്, എ വില്ലേജ്, എ ഷിപ്പ്. എന്താ അതിന്റെ ഒരു പ്രോപ്പർ ഉദ്ദേശം എന്താണ്? അതുകൊണ്ട് എന്താണ് ബേസിക്കലി അവർ ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതൊരു പ്രൊഫഷൻ ആണോ, അതൊരു നോട്ടിക്കൽ ഇൻസ്ട്രുമെന്റ് ആണോ, അതോ അതൊരു വില്ലേജ് ആണോ? You guys tell me the answer. ഈസ് കോക്കർ. ഓക്കെ, ഈസ് കോക്കർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ എന്താണ് ഒരു 4 ക്വാർട്ടറ്റ്സിലുള്ള ഒരു സെക്കൻഡ് പോം ആണ്. ആൻഡ് മറ്റുള്ള 4 പോംസ് ഏതൊക്കെയാണ്? ബേൺ നോട്ടൻ വരുന്നുണ്ട്, ഡ്രൈ സാലവേജസ് വരുന്നുണ്ട്, ലിറ്റിൽ ഗിഡിങ് ഒക്കെ വരുന്നുണ്ട്.
ഈസ്കോക്കർ ആക്ച്വലി ഇതൊരു വില്ലേജ് ആണ്. ഈസ്കോക്കർ എന്ന് പറയുന്ന ഒരു സോമർസെറ്റ് വില്ലേജ് ആണ്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം എലൈറ്റിന്റെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് അവിടെയുള്ള ആ വില്ലേജിലുള്ള ചേർച്ച് യാർഡിൽ വെച്ചിട്ടാണ് എലീറ്റിന്റെ ആഷസ് ഒക്കെ യുനോ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇന്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈസ്കോക്കർ എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു സോമർസെറ്റ് വില്ലേജ് ആണ്. ഓക്കെ, അടുത്തത്, who wrote the poem Still Falls the Rain that weaves a tapestry of suffering around the world, starting with the bombing of London during the Second World War. താഴെ പറയുന്ന ആ ഒരു ലൈൻ വരുന്നത് ആരാണ് എഴുതിയിരിക്കുന്നത്? Still falls the rain that weaves a tapestry of suffering around the world, starting with the bombing of London during the Second World War. ആരുടെ ലൈനാണ്? Still falls the rain എന്ന് പറയുന്നത് ആരുടെ പോമാണ്? 1941 പബ്ലിഷ് ചെയ്തിരിക്കുന്ന ലണ്ടനിൽ നടന്നിട്ടുള്ള ചില റെയ്ഡുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വന്നിട്ടുള്ള ഒരു വർക്കാണ്. 1940 ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ജെയിംസ് കിർക്കപ്പ് ആണോ, DJ എൻറൈറ്റ് ആണോ, സ്റ്റീഫൻ സ്പെൻഡർ ആണോ? അത് എഡിത്ത് സിറ്റ്വെൽ ആണ്. Still falls the rain. You guys tell me. Okay, എഡിത്ത് സിറ്റ്വെലിന്റെ പോമാണ് Still falls the rain എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ആ വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്തുണ്ടായിരുന്ന ലണ്ടനിലെ ആ ഒരു ബോംബിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് അവിടെ ആ ആളുകൾ സഫർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീക്കോളം ലോങ് ആയിട്ടുള്ള ആ ഒരു സഫറിങ് പറയുന്നുണ്ട്. ആൻഡ് കുറച്ച് ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുന്നുണ്ട്. ആൻഡ് നമ്മൾ ഗോഡുമായിട്ട് അനുരഞ്ജനപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ there are multiple units of meaning as well. And ഇവിടെ it's basically talking about ഈ ഒരു സോംബർ ബാക്ക്ഡ്രോപ്പും കൂടാണ്ട് ആ ഹ്യൂമൻ സ്പിരിറ്റിന്റെ ഒരു റെസിലിയൻസും ആൻഡ് ദെയർ എൻഡ്യൂറിംഗ് ഹോപ്പ് ഫോർ സാൽവേഷൻ പോലെയുള്ള തീംസുകളൊക്കെയാണ് ഇവരുടെ ഒരു പ്രധാന കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത്, വേൾഡ് വിത്തിൻ വേൾഡ് ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ്. വേൾഡ് വിത്തിൻ വേൾഡ് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? നിങ്ങളൊന്ന് പറയും. സ്റ്റീഫൻ സ്പെൻഡർ, D.H. ലോറൻസ്, കിങ്സ്ലി ആമിസ്, ഡിലൻ തോമസ്. ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? സ്റ്റീഫൻ സ്പെൻഡറിന്റെയാണ്. ഓക്കെ, സ്റ്റീഫൻ സ്പെൻഡറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ വേൾഡ് വിത്തിൻ വേൾഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആസ് യു ഓൾറെഡി നോ, ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റ് ആണ്, നോവലിസ്റ്റ് ആണ്, എസ്സേയിസ്റ്റ് ആണ്. ആൻഡ് ഇദ്ദേഹം മാക്സ് പെൻഡേ ഗ്രൂപ്പിലെ ഒരു ലീഡിംഗ് പോയറ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സുകൾ വരുന്നുണ്ട്, ലൈക്ക് പോംസ്, വിയന്ന, ട്രയൽ ഓഫ് ജഡ്ജ്, അൻ ആന്റി ഫാസിസ്റ്റ് ഡ്രാമ ഇൻ വേഴ്സ്, ടെമ്പിൾ, ഡോൾഫിൻസ്, എലമെന്ററി ക്ലാസ് റൂം ഓഫ് ഇസ്ലാം, ഇൻ ഇസ്ലാം, ഇങ്ങനെയുള്ള ഏതാനും പുസ്തകങ്ങൾ ഇദ്ദേഹത്തിൻ്റെതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വേൾഡ് വിത്തിൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഒരേ സമയം ഇത് അന്നത്തെ ആ ഒരു ലിറ്റററി എസ്റ്റാബ്ലിഷ്മെന്റിനെയൊക്കെ ഭയങ്കരമായിട്ടൊന്ന് അമ്പരപ്പിച്ചിട്ടുള്ള ഒരു വർക്കായിരുന്നു. കാരണം അത് നമ്മുടെ ഈ മോഡേൺ വേൾഡിലെ ഇറോസിനെ കുറിച്ച് വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. സോ ആ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ദിസ് വർക്ക് ഈസ് വെരി ഫേമസ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ഓട്ടോബയോഗ്രഫീസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ ആ കേസിൽ നിങ്ങളത് പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, അദ്ദേഹം ഒരുപാട് തീംസിന് അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലവ് പറയുന്നുണ്ട്, പൊളിറ്റിക്സ്, ലൈഫ്, അങ്ങനെയുള്ള ഒരുപാട് ആസ്പെക്റ്റുകൾ അതിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നൊരു ഫേമസ് ലൈൻ ഞാൻ ഇവിടെ പറയാം. ടു ബ്രേക്ക് ഔട്ട് ഓഫ് ദ chaos of my darkness into a lucid day is all my will. അതിൽ തന്നെ ഉണ്ട് ആ ഒരു വേൾഡ് വിത്തിൻ വേൾഡിന്റെ ഒരു പ്രധാനപ്പെട്ട എസൻസ് എല്ലാം അതിൽ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ ആ ഒരു ലൈന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ലിറ്ററേച്ചർ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ, ലൈഫ്, പൊളിറ്റിക്സ്, പോയട്രി, ചൈൽഡ്ഹുഡ്, ട്രാവൽ, ഡെവലപ്മെന്റ് ഓഫ് ഹിസ് ആറ്റിറ്റ്യൂഡ്സ് ടുവാർഡ്സ് മോഡൽ പ്രോബ്ലം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ചില പ്രധാനപ്പെട്ട വേൾഡ് ഹിസ്റ്ററി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1928 to 1939 ചില പ്രത്യേക സാഹചര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഒരു വേൾഡ് ഹിസ്റ്ററിയിൽ സ്റ്റീഫൻ എന്ത് തരത്തിലുള്ള ഒരു റോള് പ്ലേ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പറയുന്നുണ്ട്. സോ ഇതാണ് ഈ ഒരു വർക്കുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത സീരീസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. Till then, please take care. Have a very good day ahead. Thank you so much for listening.